വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ അതിഥിയായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ ഷാജി ജോസഫാണ്. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9:30 വരെയുള്ള സമയങ്ങളിൽ പാസ്റ്റർ ഷാജി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള തിരുവചന പഠനം എല്ലാ വ്യാഴാഴ്ചയും ഉണ്ട്. എന്നാൽ കഴിഞ്ഞ ആഴ്ച അത് നടന്നില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സഭയിലുള്ള ധ്യാനം, എല്ലാ മാസവും അവിടെ ധ്യാനമുണ്ട് ഒരാഴ്ച. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച പ്രോഗ്രാം നടന്നില്ല. എന്നാൽ ഈ ആഴ്ച നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, മുറി വൈദ്യൻ ആളെ കൊല്ലും എന്ന് പറഞ്ഞാൽ അരസുവിശേഷം, അതായത് മുറി സുവിശേഷം, അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ മീറ്റിംഗിൽ കടന്നു വന്ന് ഈ വിഷയം അവതരിപ്പിക്കാൻ കടന്നു വരികയും ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ഷാജി വി ജോസഫിനെ ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ, സ്വാഗതം. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് പ്രോഗ്രാം ഉണ്ട്. നാളെ ഉണ്ട്, നാളത്തെ കഴിഞ്ഞുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും തന്നെ പ്രോഗ്രാം ഉണ്ട്. അതുപോലെ പാസ്റ്റർക്കും നല്ല തിരക്കുണ്ട്. എങ്കിലും ഈ തിരക്കിന്റെ സമയത്തും ഇപ്രകാരം ഒരു സമയം വേർതിരിക്കുവാൻ സാധിച്ചു തോർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. അപ്പോൾ എന്തായാലും പാസ്റ്ററെയും പാസ്റ്ററിന്റെ ടീമിനെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള സമയം പാസ്റ്റർക്ക് ഈ വിഷയത്തെ അവതരിപ്പിക്കുക, ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം. സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചോദിച്ചോളാം. പാസ്റ്ററെ, ഈ ഇതിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യും. Thank you, Sanju brother. Thank you very much. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കുന്ന ആ മഹാപദ്ധതിക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഞങ്ങൾ അങ്ങയുടെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ അങ്ങനെ ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇതാ ഭൂമിയിലെ ഏതാനും ദിവസങ്ങളെ മാത്രമുള്ള ഈ ജീവിതം, ആ ജീവിതത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ സന്ദേശത്തെക്കാൾ ഉപരി ഞങ്ങളുടെ ജീവിതം തന്നെ അങ്ങയുടെ സന്ദേശമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ദാസൻ സാജു തോമസിനെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഇപ്പോഴും തുടർന്നും പങ്കെടുക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ആരും ഞങ്ങളുടെ സ്വയത്തിലേക്ക് തിരിയാതെ എല്ലാ ക്രിസ്തുവിന്റെ കേന്ദ്രീകൃതമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ജനത്തോട് അങ്ങ് സംസാരിച്ചാട്ടെ. അങ്ങ് ചെയ്യുന്നതിനായി നന്ദി. ഞാൻ അങ്ങടേത് മാത്രമല്ല ഉപയോഗിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ദൈവം സഹായിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ കരുണയാൽ ചില മാസങ്ങളായി എല്ലാ വ്യാഴാഴ്ചയും ഗോസ്പൽ TVയിലൂടെ ഈ ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി ശ്രദ്ധിക്കുന്നവർക്കായി സ്തോത്രം, വല്ലപ്പോഴും കടന്നു വന്നവർക്കായും സ്തോത്രം ചെയ്യുക. അവരോട് ഓർപ്പിക്കുകയാണ്, ഈ വചനം നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് പറയുന്നത് മനസ്സിലാക്കുക. തുടർന്ന് അത് വിശുദ്ധ ബൈബിൾ അങ്ങനെ തന്നെയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരിക. നമ്മളെല്ലാവരും അല്പസമയം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ എന്ന് നമ്മൾ ഓർക്കുക. തുടർന്ന് എപ്പോഴും വചനം നോക്കുമ്പോൾ വചനത്തിന്റെ ആ ലെവലിൽ ആ വചനം പരിശോധിച്ച് നാം എടുക്കണം. ഒന്ന്, ഒരു സ്വർണ്ണക്കടക്കാരൻ സ്വർണ്ണം എടുക്കാൻ വരും. ആരെങ്കിലും സ്വർണം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ സ്വർണ്ണക്കടക്കാരൻ ആ സ്വർണം ചുമ്മാ ഇങ്ങനെ എടുക്കത്തില്ല. സ്വർണ്ണക്കടക്കാരൻ ആ സ്വർണം അത് ഒറിജിനൽ സ്വർണം തന്നെയാണോ എന്ന് ഉരച്ചു നോക്കും. അത് ഒറിജിനൽ ആണെങ്കിൽ അധികം എടുക്കും. ഇതേപോലെ തന്നെ ഞാനും നിങ്ങളും വിശുദ്ധ ബൈബിളിലെ വചനങ്ങളുമായി കാര്യങ്ങൾ ഒത്തു നോക്കണം. ബരോവയിലുള്ളവരെ പോലെ നാം ഉത്തമന്മാരായിരിക്കണം. എന്നിട്ട് മാത്രമാണ് കാര്യം എടുക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനും നിങ്ങളും യേശുവിനെ കർത്താവ് രക്ഷകനും ഒക്കെ സ്വീകരിച്ച വ്യക്തിത്വങ്ങളാണല്ലോ. യേശു കർത്താവ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഫലം വൃക്ഷത്തെ തിരിച്ചറിയണം, അല്ലെ?
അപ്പോ ആരെന്ത് സംസാരിച്ചാലും അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ലക്ഷ്യമാണോ, അതാണോ ഫലം എന്നും കൂടെ നമ്മൾ നോക്കിയിട്ട് ഡബിൾ ചെക്ക് ചെയ്തിട്ട് ആ വചനം എടുക്കാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രത്യേക ഒരു ഗ്രൂപ്പിലേക്കോ സംഘടനയിലേക്കോ ഒന്നുമല്ല നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. പകരം സൃഷ്ടാവായ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ സ്വകീയ ഭവനത്തിൽ ക്രിസ്തയേശുവിൽ എത്തിപ്പാനാണ് ദൈവദാസന്മാർ ക്രിസ്തുവോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ശുശ്രൂഷ നടക്കാത്തതിന്റെ കാരണം എറണാകുളം പ്രാർത്ഥനാലയത്തിൽ ഒരു ധ്യാനകേന്ദ്രമാണ്, ഒരു ഹൗസ് ഓഫ് പ്രയർ എന്ന ചർച്ചുമുണ്ട്. കഴിഞ്ഞ 22 വർഷത്തിലധികമായി സ്വർഗത്തിലെ ദൈവം എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച തിരുവത്താഴ ശുശ്രൂഷയോടും കൂടെ ശനിയാഴ്ച സ്നാന ശുശ്രൂഷയോടും കൂടെ എല്ലാ മാസവും കർത്താവിന്റെ കരുണയാൽ ഒരു കൂട്ടം ജനത്തെ ദൈവം ആദരിക്കുന്നു. ഞാൻ ദൈവത്തിന് അതിനായി സ്തോത്രം ചെയ്യുന്നു. കാരണം ആത്മാക്കളെ കിട്ടാത്ത ഈ കാലമാണ്. എല്ലാ മാസവും ഒരു കൂട്ടം. ഈ കഴിഞ്ഞ ദിവസവും 6 സോൾസ് സ്നാനപ്പെടുവാനുണ്ടായിരുന്നു. കർത്താവിന്റെ കരുണയാണ്. മരുഭൂമിയിലും ദൈവം ഇതാ ഫലം തരുന്ന ആ കർത്താവിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് നിങ്ങളെ ഏവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുക. പ്രത്യേകിച്ച് ദേവദാസന്മാരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിക്കുക. നിങ്ങൾ കടന്നു വന്നിട്ട് അതെന്താ ഈ പറയണെന്ന് ആദ്യം ഒന്ന് കേൾക്കുക. അതായത് വചനത്തിൽ നിന്ന് വള്ളി പുള്ളി മാറിയ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോ കടന്നു വന്നിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങളൊന്ന് കാണും. ആ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ കാര്യങ്ങളെ തിരിച്ചറിയാം. കഴിഞ്ഞ ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഒരു പ്രായമായ അപ്പച്ചനെ കാണാൻ പോയി. പ്രായമായ പാസ്റ്റർ അപ്പച്ചനെ കാണാൻ പോയി. ആ പാസ്റ്റർ അപ്പച്ചനെ അമ്മച്ചിയും കണ്ട് തിരിച്ചു വരുമ്പോ ആ പാസ്റ്റർ അമ്മച്ചി പറഞ്ഞൊരു കാര്യം, വേറെ അവരുടെ കൂടെ ഉണ്ടായ ഒരു പാസ്റ്ററും ഭാര്യയും അവരെ ഏകദേശം 10-15 വർഷമായെന്ന് തോന്നുന്നു ധ്യാനകേന്ദ്രത്തിരുന്ന് പോ എന്ന് അവരോട് പറയണേ. കേൾക്കാനല്ലേ. പക്ഷേ 15 വർഷം കഴിഞ്ഞപ്പോ ആ ദേവാസിനൊരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു. അതിന് ശേഷം വീട്ടില് ഒരിക്കൽ വന്നപ്പോ ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് വന്ന് നോക്ക് ദേവാസിനെ. അപ്പൊ ഒരു സൈഡ് തളർന്നൊക്കെ പോയി രണ്ടാമത് റിക്കവറായി വന്നതാണ്. അദ്ദേഹം വന്നിട്ട് ഞങ്ങളുടെ കൂടെ ആ ശുശ്രൂഷ നിന്നിട്ട് ആ വീട്ടിൽ ചെന്ന് പറയുക, ആ പ്രാസ്റ്റപ്പച്ചന്റെ വീട്ടില്, എന്നാലും ഇതൊരു വ്യത്യസ്ത ശുശ്രൂഷ തന്നെ കേട്ടോ. ഇത്രയും കാലം ഇത് അറിയാതെ പോയത് ഒരു നഷ്ടമായിപ്പോയി. കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുക, ദേവാസിനെ കൂടെ കേൾക്കാൻ. അപ്പൊ ഞാൻ ഇന്നത്തെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം കേൾക്കുന്നുണ്ടാകാം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. നമുക്ക് ഈ ജീവിതം അല്പമേ ഉള്ളൂ. ഈ അല്പം ആർക്കെങ്കിലും വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യാതെ കർത്താവ് യേശുവിന് വേണ്ടി ഈ ജീവിതം യാഗമാക്കിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി എല്ലാവരും ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടൈറ്റില് കേൾക്കുമ്പോൾ പലർക്കും അതൊരു കൗതുകമായിരിക്കും. മുറി വൈദ്യൻ അല്ലെങ്കിൽ അരവൈദ്യൻ ആളെ കൊല്ലുന്നു. മുറി സുവിശേഷവും പൂർണ്ണ സുവിശേഷവും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പല ചർച്ചകളുടെ പേരെഴുതുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് സോ ആൻഡ് സോ ചർച്ച് ഫുൾ ഗോസ്പൽ. പലപ്പോഴും അത് കാണുമ്പോ ബൈബിളിലെ ഫുൾ ഗോസ്പല് കണ്ടിട്ട് ഇത് എഴുതി വെച്ചെങ്ങനെ കാണുമ്പോ പലപ്പോഴും ഹൃദയത്തിനുള്ളിൽ ചിരി വരാറുണ്ട്. ഫുൾ ഗോസ്പൽ എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, എന്താണ് ഫുൾ ഗോസ്പൽ എന്ന് തിരിച്ചറിയണം. ഒരിക്കല് തിരുവനന്തപുരത്ത് ലവ് ആർമിയാണ് ഞാൻ ഓർക്കുന്നു. അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദേവദാസന്മാരുടെ ട്രെയിനിങ്ങിന് വേണ്ടി എന്നെ വിളിച്ചു. ആ ദേവദാസൻ മരിച്ചുപോയി എന്റെ ചിന്തയിൽ. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് അവിടെ പറയാൻ പറഞ്ഞ സന്ദേശം ഇതായിരുന്നു: എഫക്റ്റീവ് ഇവാഞ്ചലിസ്റ്റ്. ഫലപ്രദമായ സുവിശേഷികൾ.
അതിന്റെ അർത്ഥം ഫലപ്രദമല്ലാത്ത സുവിശേഷീകരണം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഫലപ്രദമായ സുവിശേഷീകരണം എന്ന് പറയാനായിട്ട് ഇടയായത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഫലപ്രദമായ സുവിശേഷീകരണം ഉണ്ടോ? പിന്നെ അതേ ഉള്ളൂ. അതിന്റെ ഇടയിൽ കുറച്ച് മാത്രമേ ഫലപ്രദമായ സുവിശേഷീകരണം ഉള്ളൂ. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കം, കടക്കണമെങ്കിൽ പോരാടും. നമ്മൾ നല്ലൊരു 90% സുവിശേഷന്മാർ വെറുതെ അധ്വാനിക്കുക. വിശുദ്ധ പൗലോസും പറയുന്നില്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ ഓടിയത് അധ്വാനിച്ചതെല്ലാം വെറുതെ അധ്വാനിക്കുക. ഈ ശരിക്കും ശ്രദ്ധിച്ചു കണ്ട ഈ സുവിശേഷീകരണം എല്ലാം കഴിഞ്ഞ് കൃപാവര ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പറയാനായിട്ട് ഇടയായത്. നമ്മൾ പലപ്പോഴും പറയുമ്പോ അത് ശ്രദ്ധിക്കാറില്ല. ഹൊറിബിളാണത്, ഹൊറിബിൾ. സുവിശേഷകന്മാരുടെ എന്താ പറയാ, അവരെ തള്ളിക്കളയുന്ന ദിവസം. യേശു കർത്താവ് പ്രവചിച്ചു പറയാണ്, അന്നാളിൽ പലരും എന്നോട് പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ ചെയ്ത വേലകൾ, ശുശ്രൂഷകൾ, രോഗസൗഖ്യങ്ങൾ, ഭൂതസൗഖ്യങ്ങൾ, പ്രവചന ശുശ്രൂഷ, എന്തൊക്കെ. പക്ഷെ കർത്താവ് ഞാൻ ഒരു കാലത്തും അറിഞ്ഞിട്ടില്ല. അപ്പൊ ജീവിതകാലം മുഴുവൻ ഓടിയത് ഈ സുവിശേഷം വേണ്ടിയാ. ആ സുവിശേഷീകരണം എഫക്റ്റീവ് ആണോ? അവര് പറഞ്ഞ സന്ദേശം എന്നാന്നറിയാമോ? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, 7:21 എഴുതിയിട്ടുണ്ട്. അവര് പറഞ്ഞ സന്ദേശം എന്ന് പറയുന്നത് റോമാലേഖനം 10:9-10. യേശുവിനെ കർത്താവായി സ്വീകരിക്കണം. ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കിയാൽ യേശു പ്രസംഗിച്ച സുവിശേഷം അതൊന്നുമല്ല. റോമലേഖനം നമുക്ക് എല്ലാവർക്കും അറിയാം, സുവിശേഷന്മാർക്ക് എല്ലാവർക്കും അറിയാം. റോമലേഖനം 10:9-10. യേശു ക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിക്കുക, എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുക. ഞാൻ കുറച്ച് എലാബറേറ്റ് ആയിട്ട് പറയാം, എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുക, യേശുവിനെ കർത്താവായി സ്വീകരിക്കുക. ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണേ. അതിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ലിസ്റ്റ് ആളുകൾ വന്നിട്ട് പറയാണ്, ഞങ്ങൾ അങ്ങനെ കർത്താവായി സ്വീകരിച്ചു. യേശു ക്രിസ്തു അവരുടെ മറുപടി പറയാണ്, എന്നെ കർത്താവെ എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യം അവകാശമാകുന്നത്. അവർക്കും കയറാൻ പറ്റിയില്ല. ഇതാണ് ഫലപ്രദമായ ഇവാഞ്ചലിസം. അവർക്കും കയറാൻ പറ്റിയില്ല. അപ്പൊ ഇതൊക്കെ പറയേണ്ടതാണ്. തീർച്ചയായും സുവിശേഷീകരണത്തിൽ ഇതൊക്കെ പറയേണ്ടതാണ്. പക്ഷേ യേശു ക്രിസ്തു അവിടെ ചോദിച്ചത്, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. സുവിശേഷകരോട് പറഞ്ഞത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ വിട്ടുപോ. അപ്പൊ ഈ സുവിശേഷത്തിൽ ശ്രദ്ധിക്കുക, ഇന്ന് പ്രസംഗിക്കുന്ന മെജോറിറ്റി സുവിശേഷത്തിൽ എന്തില്ല? യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന പരിപാടിയുണ്ട്, പക്ഷെ ദൈവ ഇഷ്ടം ഇല്ല. താജുബാർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അനേകരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അനേകരെ തീയിൽ നിന്ന് വെച്ചെടുക്കാൻ പറ്റും. യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നതുണ്ട്, പക്ഷേ ദൈവ ഇഷ്ടം ഇല്ല. യേശു പറയുന്നത്, എന്നെ കർത്താവെ എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. ഇനി 2, അടുത്തത് യേശുവിന്റെ മറുപടിയിൽ നിന്ന് യേശു പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഗെറ്റ് ഔട്ട്. അപ്പൊ ഇവര് ചെയ്തുകൊണ്ടിരുന്ന സുവിശേഷീകരണം കൃപാവര ഓപ്പറേഷനാണ്, പ്രവചന ശുശ്രൂഷയാണ്, രോഗശുശ്രൂഷയാണ്, ഡെലിവറൻസ് മിനിസ്ട്രിയാണ്. ഇവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ കർത്താവ് പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഗെറ്റ് ഔട്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഇവരുടെ സുവിശേഷീകരണത്തിൽ ഒരു മനുഷ്യനെ പാപം ചെയ്യാൻ കഴിയാത്തവനാക്കുന്ന പരിപാടിയില്ല. അധർമ്മം ചെയ്തുകൊണ്ട് പ്രവചിക്കുന്നു, അധർമ്മം ചെയ്തുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കുന്നു, അധർമ്മം ചെയ്തുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു, അധർമ്മം ചെയ്തുകൊണ്ട് പ്രവചിക്കുന്നു. പക്ഷെ സുവിശേഷം, ഈ സുവിശേഷമാണ് മൂന്ന് സുവിശേഷം, അര സുവിശേഷം. കേൾക്കുന്നവന് ഇത് സുവിശേഷമാണെന്ന് തോന്നും. എന്റെ പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കുക, ബൈബിളിലെ സുവിശേഷം മനസ്സിലാക്കുക, യേശു പ്രസംഗിച്ച സുവിശേഷം മനസ്സിലാക്കുക.
അപ്പോസ്തലൻ പ്രസംഗിച്ച സുവിശേഷം മനസ്സിലാക്കുക. എന്നിട്ട് അര സുവിശേഷം കൊണ്ട് പോകാതെ മുഴു സുവിശേഷം കൊണ്ട് പോയാൽ നിങ്ങളുടെ സുവിശേഷീകരണം എഫക്റ്റീവ് ആകും. അല്ലെങ്കിൽ യേശു പറയുന്നു, കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴി വീഴും. ഇരുവരും കുഴി വീഴും. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, പറഞ്ഞു കൊടുക്കാൻ ആളില്ല. കാരണം എല്ലാവരും തിരക്കാണ്. ഞാനും നല്ല തിരക്കാ. ഇന്നും ഞാൻ പലവട്ടം പല മേഖലയിൽ അധ്വാനിച്ച്, ഞാൻ കൃഷിക്കാരനാട്ടോ, ഗൾഫില് കൃഷിക്കാരനും കൂടിയാണ്. അപ്പൊ പലവട്ടം അധ്വാനിച്ച് ആണ് ഇപ്പോ പെട്ടെന്ന് കുളിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നത്. അപ്പോ ഇവിടെ പറയുന്നതിന്റെ കാരണം നമ്മൾ പലതിനും തിരക്കാണ്. തിരക്കിന്റെ ഇടയില് നമ്മുടെ പ്രധാനപ്പെട്ട അപ്പോ ഇവിടെ പറയുന്നതെല്ലാം വിശുദ്ധ ബൈബിളിലെ വചനം അടിസ്ഥാനത്തിലാ പറയുന്നേ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. നമുക്ക് ലോകത്തിൽ എല്ലാ വ്യക്തികളെയും ബഹുമാനിക്കാം, എല്ലാ സഭകളെയും ആരും ഉപദ്രവിക്കില്ല. പക്ഷെ നമുക്ക് ചേരേണ്ടത് ഈ ഡിനോമിനേഷനോട് നമുക്ക് ചേരേണ്ടത് ക്രിസ്തയേശുവിൽ സ്വർഗീയ പിതാവിനോടാണ്, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തോടാണ്. ഈ ഒരു ബോധം ഉണ്ടാകണം. കർത്താവ് യേശു വ്യക്തതയോട് പറഞ്ഞു, അവിടെ എന്നെ കർത്താവെ കർത്താവെ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനെ അവിടെ കടക്കുകയുള്ളൂ. അപ്പോ പിതാവിന്റെ ഇഷ്ടമില്ലാത്ത സുവിശേഷീകരണം, ഒരു മനുഷ്യനെ പാപം ചെയ്യാൻ കഴിയാതെ, അതായത് പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന തലത്തിലുള്ള സുവിശേഷീകരണം ഇല്ലാത്ത ഒരു സുവിശേഷീകരണം ഇന്ന് ക്രിസ്തീയ മേഖലകളിൽ ലോക സുവിശേഷം എന്ന് ഞാൻ പറയും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ബൈബിളിലെ സുവിശേഷം തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. സുവിശേഷം തമ്മിലുള്ള വ്യത്യാസം. അപ്പോ നമുക്ക് ഇതുമായുള്ള ബന്ധത്തിൽ ഫാദർ ചില വചനങ്ങളെ വായിച്ചു. Father, we thank you, we give you glory. Love you, Dad. Father, we thank you. Love you, Dad. Love you. Okay. Father, we thank you. ഈ ഫോൺ വന്നു കഴിയുമ്പോ ഡബിൾ ആവുന്നുണ്ടോ ശ്രദ്ധിച്ചോളൂ കേട്ടോ, വോയിസ്. അത് ഞാൻ അതുകൊണ്ട് ഒരു ഫോൺ എടുത്ത് കൈ വെച്ചേക്കുന്നേ. ഞാൻ സൗണ്ട് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ. ഫാദർ വി താങ്ക് യു. അപ്പോ നമുക്ക് ഒരു വചനം, ഗലാത്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. പൗലോസ് പറയുന്ന ഒരു വിഷയം ഞാൻ കാരണം സുവിശേഷം കൺഫേം ചെയ്യാൻ അപ്പസ്തലന്മാർക്ക് പോയ കാര്യമുണ്ട്. 2:2 ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്, ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിക്കുവാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സുവിശേഷകനായ പൗലോസ് പ്രമാണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഇത് വിവരിച്ച അപ്പസ്തോലന്മാരോടാണ് ഈ പറയുന്നത്. അപ്പൊ ഞാൻ ഓടിയത്, അധ്വാനിച്ചത് വെറുതെ എന്ന് വരാതിരിക്കാൻ. അപ്പോ അങ്ങനെ ഒരു സാധ്യതയുണ്ട്, വെറുതെ എന്ന്. അത് ഈ പ്രസംഗിക്കുന്ന സുവിശേഷം യഥാർത്ഥത്തിൽ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം, ഞാൻ വെളിപ്പാട്, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് താൻ പ്രാപിച്ചതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അത് തന്നെയാണോ എന്ന് അറിയാൻ പ്രമാണികളോട് അത് വിവരിച്ചു പറയാം. അല്ല വെറുതെ ആയി, ഞാൻ ഓടിയത് വെറുതെ ആയി എന്ന് ചിന്തിക്കരുത്. അപ്പോ നമ്മൾ വളരെ ശ്രദ്ധിച്ചോളണം, ഓടിയത് വെറുതെ ആകരുത്. മത്തായി 7:21, 22, 23 ദൈവദാസന്മാരും വിശ്വാസികളും ഓടിയത് വെറുതെ ആയി.
അവരുടെ കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അധർമ്മം പ്രവർത്തിക്കുന്നവർ ഗെറ്റ് ഔട്ട്. അപ്പോ അവർ ഓടിയത് വെറുതെയായി. പൗലോസ് ഇത് മനസ്സിലാക്കി പറയാണ്, ഞാൻ ഓടുന്നതോ അധ്വാനിക്കുന്നതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ, വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ഞാൻ പ്രമാണികളോട് വിവരിച്ചു, അപ്പസ്തോലന്മാരോട് വിവരിച്ചു. അദ്ദേഹം ഉറപ്പാക്കുക. ഇനി ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോ ശ്രദ്ധിക്കുക, അവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം കേട്ടിട്ട് ഒരു വ്യക്തി അധർമ്മം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് നീതി ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുന്നില്ല എങ്കിൽ നമ്മൾ വ്യർത്ഥമായി. ശ്രദ്ധിക്കുക, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം വായിച്ച്. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. കണ്ടോ, ഇവിടെ അത് തന്നെ പറഞ്ഞു, ഞാൻ ഓടി അധ്വാനിച്ചു, അവസാനം അത് വെറുതെ ഓടി, വെറുതെ ഓടി. ഞാൻ എന്റെ ജീവിതം സുവിശേഷത്തിനായി മാറ്റിവെക്കാൻ ദൈവം കരുണ ചെയ്തു. എന്റെ ഒരു കഴിവല്ല, ദൈവത്തിന്റെ കരുണ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ജോലി ഭൂമിയിലില്ല. നിങ്ങൾ വിചാരിക്കും, അപ്പൊ ഞങ്ങള് ഭയങ്കര സാലറി കിട്ടുന്ന ജോലി ഞങ്ങൾ US ചെയ്യുന്നത്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ US ആണെങ്കിലും അന്റാർട്ടിക്ക ആണെങ്കിലും സ്വിറ്റ്സർലൻഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു മാസം 1 ട്രില്യൺ വെച്ച് കിട്ടുന്നുണ്ടായില്ല. ഒരു സുവിശേഷകന്റെ പ്രതിഫലം എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ അപ്പുറം. കാരണം പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു ബിസിനസ്സുകാരനായി എനിക്കും ഏണിങ്സ് ഉണ്ട്. അതുപോലെ ഞാൻ കൃഷിക്കാരനാണ്, എനിക്കും ഏണിങ്സ് ഉണ്ട്. ആ ടൈപ്പ് ഏണിങ്സ് ഉണ്ട്. അപ്പോ ഇവിടെ കിട്ടുന്ന എല്ലാ ഏണിങ്സും മരണത്തോടുകൂടി തീരും, സെമത്തേരിയോടുകൂടി തീരും. എന്നാൽ യേശുവിനെ പോലെ, യേശുവിന്റെ ശിഷ്യന്മാരെ പോലെ ഒരു സത്യസുവിശേഷകനായി തീർന്നാൽ നമ്മൾ നേടുന്നത് ഇവിടം കൊണ്ട് തീരത്തില്ല. യേശുവിനെ കുറിച്ച് പറയാനെന്നറിയാമോ? ലോകം യേശുവിന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു ക്രിസ്തു തന്റെ മരണത്തിൽ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. യേശു 53 വാക്യാട്ടോ. അപ്പൊ മരണത്തിൽ സമ്പന്നന്മാരോടുകൂടെ. അപ്പൊ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സമ്പന്നന്മാരോടുകൂടെ ആയിട്ട് 50, 60, 70 ഏറിയാലാണ് പോകുന്നത്. ഈ അടുത്ത് ഇതിൽ സമ്പന്നനായ ഒരാൾ മരിച്ചു, രത്തൻ ടാറ്റ. ഞാൻ ചിന്തിക്കുന്നു 70+ ആണെന്ന് ചിന്തിക്കുന്നു അദ്ദേഹത്തിന്റെ വയസ്സ്. അതിന്റെ അപ്പുറത്തേക്കൊന്നും പോകത്തില്ല സഹോദരങ്ങളെ. ഈ ലോകത്തിലെ സമ്പന്നന്മാരൊന്നും യഥാർത്ഥത്തിൽ സമ്പന്നന്മാരല്ല. മരണത്തിൽ സമ്പന്നന്മാരാകുന്നവരാണ് യഥാർത്ഥ സമ്പന്നൻ. ഹല്ലേലൂയ. അതായത് 2 Corinthians 5:10 പറയുന്നു, നാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അവിടെ നാം സമ്പന്നന്മാരാണോ അല്ലേ എന്നുള്ളതാണ് വിഷയം കേട്ടോ. അപ്പോ ഇവിടെ ഈ പറയുന്നതിന്റെ കാരണം ഇദ്ദേഹം പറയാണ്, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ. അപ്പോ ക്രിസ്തുവിന്റെ നാളിൽ പ്രശംസയ്ക്ക് പകരം അധ്വാനിച്ചതൊക്കെ വെറുതെ. എന്ത് കാര്യം? പ്രമാണം വിട്ടോടരുത്. പൗലോസിനെ പോലെ നമുക്കും ഒരു ചിന്ത വേണം. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം അത് അങ്ങനെ തന്നെയോ, അതങ്ങനെ തന്നെയോ? അല്ലാണ്ട് ആരോ പറഞ്ഞു, ഞാൻ പറഞ്ഞു, പിന്നെ അയാൾ പറഞ്ഞത് കേട്ടു പറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം കിട്ടിയത് ഈ ഭൂമിയിൽ അവിടെ ഇവിടെയും കേട്ടിട്ടല്ല. അദ്ദേഹം പറയാണ്, ഞാൻ ഇത് മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, ക്രിസ്തു യേശുവിന്റെ വെളിപ്പാടിനാൽ അത്ര ഇത് പ്രാപിച്ചത്.
എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഇത് കൺഫേം ചെയ്യാനായിട്ട് ഇതാ പ്രമാണികളോട് വിവരിച്ചു പറയും. അവര് കൈത്താങ്ങൽ കൊടുത്തട്ടോ. നമ്മൾ പലരെയും പോലെയല്ല, അവര് കൈത്താങ്ങൽ കൊടുത്തു. ഞാൻ പറയണല്ലോ, നീ പറഞ്ഞ ഞാൻ കഴിച്ചിട്ട് കൂടുതൽ പറഞ്ഞല്ലോ, അതുകൊണ്ട് ദുരുപദേശം എന്ന് പറഞ്ഞില്ല, അവര് കൈത്താങ്ങൽ കൊടുത്തു. പത്രോസൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ സഹോദരനായ പൗലോസ് ഉണ്ടല്ലോ, തനിക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച് അതീവ ജ്ഞാനമാ പറയുന്നേ, ചിലരത് വളച്ചൊടിച്ച് തങ്ങളുടെ നാശത്തിനായി മാറ്റിക്കളയുന്നു എന്നൊക്കെ അവർ കൈത്താങ്ങൽ കൊടുക്കുകയോ ചെയ്തേ. അല്ലാണ്ട് ആരും കേൾക്കരുത് ദുരുപദേശം എന്ന് പറയും മാറ്റിയല്ല. വളരെ ശ്രദ്ധിക്കുക. എത്ര നാൾ പറയാൻ പറ്റും? കുറച്ചു നാൾക്കുള്ളിൽ ഈ നാവ് സെമിത്തേരി തീരത്തില്ലേ? ഹല്ലേലൂയ. അപ്പോ നാവ് കൊണ്ട് പറയുന്ന ഓരോ കാര്യത്തിനും കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കുക. പൈസക്ക് മാത്രമല്ല, പൈസക്ക് അവിടെ സെക്കൻഡറി തേർഡിൽ വളരെ ആളെ കുറിച്ച് വിശേഷം അങ്ങനെ തന്നെയോ വ്യക്തിയുടെ ലക്ഷ്യം. അപ്പോ അത് പ്രകാരം നാം കമ്പയർ ചെയ്തിട്ട് ആ സുവിശേഷം അറിയിക്കണം. അല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയുന്ന സുവിശേഷം അറിയിച്ചു, അത് സ്വീകരിച്ച് അവിടെ ചെന്നപ്പോ യേശു പറയണം എന്നെ കർത്താവേ എന്ന് പറയുന്നു ഇതൊന്നും അല്ല. പെട്ടില്ലേ? ഒരിക്കല് ഞാന് ദുബായില് ഏതൊരു വലിയൊരു പാർക്ക്, ഞാൻ പേര് വിട്ടു, എനിക്ക് ഇതിലൊന്നും പോയില്ല, താല്പര്യമൊന്നുമില്ല. വൈഫിനും പിള്ളേരെയും കൊണ്ടുപോകും. ഇവരുമായിട്ടും ഞാനവിടെ പോയി. അപ്പോ സന്തോഷിപ്പിക്കാനാ പോയി, അവരോട് സന്തോഷിപ്പിക്കാൻ കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കയറിയ സമയത്ത് പറയാണ് ഇന്ന് ലേഡീസ് ഓൺലി ഡേ ആണ്. ഇത്രയും കിലോമീറ്റർ, ഞാൻ അവിടെ ദുബായിക്ക് പോയി തിരിച്ചു വന്നെങ്കിൽ 200 കിലോമീറ്റർ ആവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ലേഡീസ് ഓൺലി ഡേ ആണ്. ഇത് ഞാൻ എന്ത് ചെയ്യണം? ഞാനിവിടെ കാത്തിരിക്കണം. ഇവര് കയറി, ഇപ്പൊ വൈഫും പിള്ളേരും കയറും, എനിക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ കാത്തിരിക്കണം. അപ്പൊ ഇതൊക്കെ നേരത്തെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ യേശു പറയാണ് എന്നെ കർത്താവേ എന്ന് പറയുന്നവരല്ലെന്നേ. നമ്മൾ നോർമൽ ആയിരുന്നു 10 10 പിടിച്ചോണ്ട് പോയി. നമ്മുടെ കയ്യിലേക്ക് ടിക്കറ്റ് അതാ ഇപ്പൊ കയറ്റുമെന്ന് പറഞ്ഞാൽ. പക്ഷെ യേശു പറയുന്നത് എന്നെ കർത്താവേ എന്ന് പറയുന്നതല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്തവരെ കയറുള്ളൂ, സ്വർഗ്ഗരാജ്യം പ്രവേശിക്കും. കേട്ടില്ലേ? അപ്പോ നമ്മൾ ഈ സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷം എന്താണ്? അപ്പസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം എന്താണ്? നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണ്? അത് അങ്ങനെ തന്നെയോ എന്ന് നാം വിശുദ്ധ ബൈബിൾ നോക്കിയോ എന്ന് പരിശോധിക്കണം. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ മാറ്റേണ്ടതുണ്ടെങ്കിൽ ബൈബിൾ പ്രകാരം മാറ്റണം. അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടല്ല, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ല, ബൈബിൾ പ്രകാരം മാറ്റണം. അല്ല എങ്കിൽ വലിയ അപകടം. ഇതുകൊണ്ടാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഞാൻ ഓടിയത് അധ്വാനിച്ചത് വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിലേക്ക് പ്രശംസ ഉണ്ടാവും എന്ന് പറഞ്ഞേ? അതിന്റെ തൊട്ട് മുകളിൽ എഴുതിയിരിക്കുകയാണ്, നമ്മൾ ആ പ്രസംഗം കേൾക്കുന്നവര് റിസൾട്ട് നമ്മളുടെ പ്രതിഫലത്തിന് വലിയ കാരണം. അതിന്റെ 14, 15 വായിച്ചിട്ട് 16 വായിച്ചത്. വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരദേശികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിന്റെ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുയേശുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. അങ്ങനെ ഞാൻ, അപ്പൊ സുവിശേഷകനാണ്. എങ്ങനെയാണ് അങ്ങനെ ഞാൻ? തന്റെ ശുശ്രൂഷയാൽ ഉണ്ടാകുന്ന മക്കൾക്ക് ഉള്ള ക്വാളിറ്റിയാണ്. അവർക്കൊരു മാറ്റം ഉണ്ടായി. ആ മാറ്റം ഇതായിരുന്നു, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ
ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളാകേണ്ടതിന് എല്ലാ പെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യുവാൻ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും നിങ്ങൾ അങ്ങനെ പ്രകാശിക്കുമ്പോ ഞാൻ ഓടിയത് അധ്വാനിച്ചത് വെറുതെ ആയില്ല, അല്ലെങ്കിൽ വെറുതെ ആയിപ്പോ. കാരണം ഇവര് വീണ്ടും പഴയ അധർമ്മം ചെയ്തുകൊണ്ട് നടക്കുക. ഇതാ കർത്താവ് യേശു പറഞ്ഞ, അധർമ്മം പ്രവർത്തിക്കുന്നവര് വിട്ടുപോ, എന്നെ വിട്ടുപോ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കേൾക്കുന്ന സുവിശേഷം അല്ല ബൈബിളിലെ സുവിശേഷം. നമ്മൾ ഇന്ന് കേൾക്കുന്ന നല്ലൊരു പങ്ക് സുവിശേഷവും യേശുവിനെ കർത്താവ് സ്വീകരിച്ച സ്വർഗരാജ്യത്തിൽ പോകുന്ന. ബൈബിളിൽ അങ്ങനെയൊന്നുമില്ല. യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന സ്വർഗരാജ്യത്തിൽ പോകാനുള്ള മാർഗമാണ്. ഹല്ലേലൂയ. മാർഗത്തിൽ കയറി എല്ലാവരോടും എത്തണമെന്നില്ല. വ്യക്തതയോടെ നാം മനസ്സിലാക്കുക, സ്വർഗരാജ്യത്തിൽ ഒരു പാപിയെയും പ്രവേശിപ്പിക്കത്തില്ല. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം. നമ്മൾ കേട്ടത്, ഓ ഫാദർ വി താങ്ക് യു, നമ്മൾ കേട്ടപ്പോഴും അങ്ങനെ ബൈബിൾ പരിശോധിക്കണം. 21-ന്റെ 27 വായിച്ച ദാസനെ. 21-ന്റെ 27 പുതിയ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയില്ല. ഇപ്പൊ പിന്നെ യേശു പറഞ്ഞ അധർമ്മം പ്രവർത്തിക്കുന്നവരെ വിട്ടുപോകുന്നു പറഞ്ഞതിന് വല്ല കുഴപ്പമുണ്ടോ? സുവിശേഷകരോടാ പറഞ്ഞേ. അവിടെ ദൈവം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ബൈബിളിൽ അവസാനം എഴുതി വെച്ചിരിക്കണേ. കുഞ്ഞാണ്ട് ജീവിതത്തിൽ എഴുതിയിരിക്കുന്നവരല്ല, അതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും പോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയില്ല. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ സഹോദരൻ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം. ഞാന് ചുറ്റും ലോകത്തെ നോക്കുമ്പോ ഉണ്ടല്ലോ, എനിക്ക് ഭയമാ തോന്നുന്നത്, ഭയം. കാരണം ക്രിസ്തീയ ഗണം ഇത്രത്തോളം അധംപതിച്ചെങ്കിൽ ഈ ലോകത്തിന്റെ പ്രകാശമാകേണ്ടവർ ഇത്രത്തോളം അധംപതിച്ചെങ്കിൽ, ഈ ഭൂമിയുടെ ഉപ്പാകേണ്ട ഇത്രത്തോളം അധംപതിച്ചെങ്കിൽ, യേശു കർത്താവിന് പോലും സംശയമുള്ള ഒരു കാര്യമായിരുന്നു. യേശുവിന് സംശയം, പിന്നെ യേശുവിനുണ്ടായ സംശയം. യേശു പറയാണ്, മനുഷ്യപുത്രൻ ഭൂമിയിൽ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുന്നു. ഇത് വിശ്വാസികൾ എന്ന പേരാണുള്ളത്. വിശ്വാസമുള്ളവർ വളരെ ചുരുക്കമുള്ളൂ. അതായത് ദൈവവചനത്തിലെ ക്രിസ്തു പറയുന്ന വിശ്വാസം. അപ്പൊ യഥാർത്ഥത്തില് ഞാൻ കണ്ട ഈ മാർഗം ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ഈ മാർഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം പാപം ചെയ്യാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളായി, പുതിയ സൃഷ്ടികളായി വരും. ഞാൻ എന്റെ അനുഭവം പറയുന്നത്, ഞാൻ ബേസിക്കലി ഒരു ടെക്നിക്കൽ ബിസിനസ്സിലാണ്. ആ ടെക്നിക്കൽ ബിസിനസ്സിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഫിറ്റിങ്സ് ഉണ്ടാകണം, എന്നാലേ ഫലം കിട്ടും. ഇതേപോലെ തന്നെ വിശുദ്ധ ബൈബിളിൽ റൈറ്റ് ആയിട്ടുള്ള ആ തോട്ട്സ്, ചിന്തകൾ, വചനം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് റിസൾട്ട് വരും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, സുവിശേഷം മുറിച്ച് കൊടുത്താൽ മേടിക്കുന്നവന് അറിയില്ല. അവനതാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ മേടിക്കും. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, ഇതാ നീ സ്വർഗരാജ്യത്തിൽ പോകുമെന്ന് പറയുന്നു. ആ ഒരു ചിന്തയിൽ അവനത് വാങ്ങിച്ചു. പിന്നെ യേശുക്രിസ്തു രോഗസൗഖ്യം തരുന്നു, മറ്റ് പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നു. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ അതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പുള്ളിക്കാരൻ അതിൽ ഒതുങ്ങുന്നു. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുവിനെ കർത്താവായി സ്വീകരിച്ച നീ ഈ ലോകത്തിൽ മാത്രം, അതായത് ഈ ആയുസ്സിൽ മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നീ സകല മനുഷ്യരിലും അരിഷ്ടനാ. അപ്പൊ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. യേശുക്രിസ്തുവിനെ നമുക്ക് നൽകിയത് സ്വർഗസ്ഥ പിതാവ്. അപ്പൊ നൽകിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാനും നിങ്ങളും നമുക്കൊരിക്കലും എത്താൻ പറ്റാത്ത
ആ സ്വർഗരാജ്യത്തിൽ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ ഞാനും നിങ്ങളും എത്തിച്ചേരാനുള്ള ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിലുള്ള ഒരേ ഒരു നാമമാണ്, ഒരേ ഒരു വഴിയാണ്. അപ്പോ ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് കൊറിന്ത്യൻസ് 15-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല അരിഷ്ടന്മാരെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ തന്നത് നാം അല്പായുസുള്ള നാം അടുത്ത ആയുസിലേക്ക് ലോകത്തിൽ മാത്രം ആയുസുള്ള നാം സ്വർഗരാജ്യത്തിലേക്ക് ആയുസുള്ളവരായി തീരുവാനുള്ള മാർഗമായിട്ടാണ്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബഹിരാകാശത്ത് പോകാം. അപ്പോ ഒരാള് നിങ്ങൾക്ക് ഒരു കാറ് തന്നു പോകാൻ പറ്റുമോ? ഇല്ല. വേറൊരാൾക്ക് ബോട്ട് തന്നു പോകാൻ പറ്റുമോ? ഇല്ല. വേറൊരാള് അതിനേക്കാളും കൂടുതൽ ഹെലികോപ്റ്റർ തന്നു പോകാൻ പറ്റുമോ? ഇല്ല. വേറൊരാൾ നിങ്ങൾക്ക് വിമാനം തന്നു പോകാൻ പറ്റും? ഇല്ല. ഇതൊക്കെ നല്ലതാ തന്നത്, പക്ഷെ പോകാൻ പറ്റില്ല. ബഹിരാകാശത്ത് പോകണമെങ്കിൽ റോക്കറ്റ് തന്നെ വേണം. ഇതേപോലെ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ മനുഷ്യരെ ഈ ലോകത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകണമെങ്കിൽ വേറൊരു നാമവും നൽകിയിട്ടില്ല. സ്വർഗസ്ഥ പിതാവ് നൽകിയ ഒരേ ഒരു നാമം ക്രിസ്തയേശുവിന്റെ നാമം. ആ നാമം ഉപയോഗിച്ച് നമ്മളൊരു ബൈബിളിൽ ചില വാക്യങ്ങളൊക്കെ അടർത്തിയെടുത്ത് സുവിശേഷം എന്ന് പറഞ്ഞ് അറിയിച്ചിട്ട് നിന്റെ തലവേദന പോവും, മുട്ടുവേദന മാറും, നല്ല ജോലി കിട്ടും, ഇതൊക്കെ പറഞ്ഞ് നമ്മളൊരു സുവിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ആരാധിച്ചാൽ മതി അതിനെ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് അതിനെ പറയുന്നു, നാം ഈ ആയുസിൽ മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര. അപ്പോ പ്രിയ സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. അപ്പോ അരിഷ്ടന്മാരുടെ ഒരു കൂട്ടമായി നമ്മൾ അവസാനിക്കരുത്. വിശുദ്ധ ബൈബിളിലെ സുവിശേഷവും ലോകത്തിലെ സുവിശേഷവും വ്യത്യാസം നമ്മൾ കേട്ടു. അരവൈദ്യൻ അല്ലെങ്കിൽ മുറി വൈദ്യൻ ആളെ കൊല്ലുന്നു. നിങ്ങൾക്ക് അതിന്റെ എവിഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ മത്തായി 7:21, 22, 23 നിങ്ങൾക്ക് കാണാം. വിശ്വാസികളും ദേവദാസന്മാരുമാണ്. ഒരെണ്ണത്തിനെ കർത്താവ് കയറ്റിയില്ല. എല്ലാം ക്രിസ്തീയ ബാനറിൽ അറിയപ്പെടുന്നവരാ. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ മൊത്തത്തിൽ കർത്താവ് തള്ളിക്കളയുന്ന പോലെ തോന്നും. പക്ഷെ അതിന്റെ ഇടയിലും നീതിമാന്മാരുണ്ട്. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ വഴി കണ്ടെത്ത ചുരുക്കമാണ്, കിടക്കണമെങ്കിൽ പോരാടണം. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി, ക്രിസ്തുവെ പ്രസാദിപ്പിക്കുന്നവരായി തീരും. ഇതാണ് ഈ സുവിശേഷമായുള്ള ബന്ധത്തില് വിശുദ്ധ പൗലോസ് പറയുന്നത്. ഇവിടെ ധാരാളം അട്ടിമറി നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അട്ടിമറി നടക്കും. പലരും നമുക്ക് പലപ്പോഴും രാഷ്ട്രീയ ഭാഷയായിട്ട് നോക്കിയാക്കാം, അട്ടിമറി നടന്നു ബ്രദറെ, അതുകൊണ്ട് ഇലക്ഷന് ഈ പാർട്ടി ജയിച്ചത്. എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട് കേട്ടോ, അട്ടിമറി നടന്നിട്ടുണ്ട്. ഏറ്റവും വലിയ അട്ടിമറി നടക്കണമെങ്കിൽ എന്തെങ്കിലും ഗുണം വേണം. ഏറ്റവും വലിയ അട്ടിമറി നടക്കുന്നത് സുവിശേഷത്തിൽ. അത് വെറും മനുഷ്യരല്ല, മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് പിശാചാണ് ഈ അട്ടിമറി നടത്തുന്നത്. അപ്പോ ഇതുമായിട്ട് ബന്ധത്തില് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ അദ്ദേഹം പൗലോസ് പറയാം, ഇതാ 6 മുതൽ വായിക്കുമ്പോ അവിടെ സുവിശേഷം മക്കളെ 6-7 ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. വേറൊരു സുവിശേഷം തന്നെ വേറൊരു സുവിശേഷമായി മാറി. അതായത് ലക്ഷ്യത്തിലെത്തിക്കാത്ത സുവിശേഷം. അതിന് അടുത്ത വാക്യം പറയാണ്, സുവിശേഷം മറിച്ചു കളഞ്ഞു. അടുത്ത വാക്യം കൂടി വായിച്ച ദിവസനെ, അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം മറിച്ചു കളയാണ്, കലക്കി കളയാണ്. ക്രിസ്തുവിന്റെ പേര് പറയുന്നു, ദൈവാത്മാവെന്ന് പറയുന്നു, സുവിശേഷം എന്ന് പറയുന്നു, പക്ഷെ മറിച്ചു കളയുന്നു, ലക്ഷ്യത്തിലെത്തുന്നില്ല. അട്ടിമറി നടക്കുക.
ഇവർ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയുള്ളവർ ശാപത്തിന്റെ കീഴിലാണ്. അതുകൊണ്ടാണ് അതിന് 8ഉം 9ഉം പറയുന്നത് സുവിശേഷം അറിയിച്ച് ശപിക്കപ്പെടുന്നവർ. എന്നാ ടൈറ്റിലാണല്ലേ. അതിന് 8ഉം 9ഉം പറയുന്നു സുവിശേഷം അറിയിച്ച് ശപിക്കപ്പെടുന്നവർ. സത്യസുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണ്. പക്ഷെ ഇവിടെ ഒരു കൂട്ടർ സുവിശേഷം അറിയിച്ച് ശപിക്കപ്പെടും. അവരെയാണ് മത്തായി 7:21 കാണുന്ന കർത്താവ് ഗെറ്റ് ഔട്ട് അടിച്ചു. അത്തരം പുറത്തേക്ക് ഗെറ്റ് ഔട്ട്. വായിച്ചേ 8ഉം 9ഉം വായിച്ചേ. സുവിശേഷം അറിയിച്ച് ശപിക്കപ്പെടുന്നു. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. താഴേക്ക് ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് സുവിശേഷം അറിയിക്കുന്നവർ ശപിക്കപ്പെട്ടവർ. ഏത് സുവിശേഷം? ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ചു, ഞാനത് ക്രിസ്തുവോട് പ്രാപിച്ചു, എന്നിട്ട് ഞാൻ സംസാരിച്ചു, പിന്നെ അപ്പസ്തോലന്മാരുടെ നിന്ന് കൺഫേം ചെയ്തു. ഈ സുവിശേഷം ഇത് മറച്ചു കളഞ്ഞ് വേറൊരു സുവിശേഷം അറിയിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ, സംഘടനയെ പ്രസാദിപ്പിക്കാൻ, തനിക്ക് പ്രസംഗത്തിന് അവസരം കിട്ടാൻ, തനിക്ക് പണം കിട്ടാൻ, തനിക്ക് പ്രശംസ കിട്ടാൻ. എന്റെ പ്രിയ സഹോദരങ്ങൾ, അദ്ദേഹം അടുത്ത വാക്യം പറയാണ്, അങ്ങനെ ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പോയിരുന്നെങ്കിലേ ഞാൻ ഒരിക്കലും ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. വായിച്ചടുത്ത വാക്യം. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. ആണോ? മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പോവുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കത്തില്ലെന്നേ. അനേകർക്ക് പറ്റുന്ന പറ്റിതാണ്, അവർ പിൻപിലുള്ളതിനെ മുറിപ്പിടിക്കാൻ മുൻപിലുള്ളതിനെ കളയുന്നു. മണ്ണെ പ്രതി മാണിക്യത്തെ കളയുന്നു, എന്നിട്ട് കളയത്തില്ലെന്ന് പാട്ടും പാടും. എന്തിനാ നമ്മള് അല്പ ദിവസമല്ലേ ഉള്ളൂ ഈ ജീവിതം ക്രിസ്തുവിന് കൊടുക്കുക. ഹല്ലേലൂയ. സംഘടനയുടെ പേരോ മതങ്ങളുടെ പേരോ വ്യക്തികളുടെ പേരിലോ അല്ല നാം പ്രശംസിക്കാൻ. നാം ക്രിസ്തുവിൽ പ്രശംസിക്കുക. കാരണം ക്രിസ്തുവിലാണ് നമുക്ക് എറ്റേണൽ ലൈഫ് ഉള്ളൂ. ക്രിസ്തുവിനെ തന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ടെറിറ്ററിയിൽ നിന്ന് നാം സ്വർഗീയ ടെറിറ്ററിയിലേക്ക്, സ്പിരിച്വൽ ടെറിറ്ററിയിലേക്ക് മാറാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു മാർഗമേ ഉള്ളൂ. വേറെ ഒരു മാർഗമില്ല. ശ്രദ്ധിക്കുക. അപ്പൊ ഈ വലിയ അട്ടിമറി എന്ന് പറയുന്നത് മാർഗം വെച്ച് സുവിശേഷ ലക്ഷ്യത്തെ എടുത്താൻ കളയും. അതായത് ക്രിസ്തുവെ വെച്ചിട്ട് ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷത്തെ തന്നെ എടുത്തു കളയുന്നു. എന്നാ വില്ലന്മാരാന്നറിയാതെ. അങ്ങനെയാകരുത്. ക്രിസ്തുവെ ഉപയോഗിച്ച് ക്രിസ്തു പറഞ്ഞ സുവിശേഷത്തിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. ക്രിസ്തു പറഞ്ഞ സുവിശേഷം വേറെ ഒന്നുമല്ല മക്കളെ, നമ്മളുടെ അപ്പനെ കുറിച്ചാണ് ക്രിസ്തു പറഞ്ഞത്. അപ്പന്റെ അതോറിറ്റിയെ കുറിച്ചാണ് ക്രിസ്തു പറഞ്ഞത്. ആ അപ്പന്റെ അതോറിറ്റിയുടെ പേരാണ് ദൈവരാജ്യം. ആ അപ്പനോടുകൂടെ ഒരുമിച്ചുള്ള ജീവിതമാണ് സുവിശേഷം. യേശു പ്രസംഗിച്ച സുവിശേഷം. ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. ആ സുവിശേഷം വിട്ടിട്ട്, ലക്ഷ്യം വിട്ടിട്ട് മാർഗം മാത്രം വെക്കുന്ന സുവിശേഷമാണ് മുറി സുവിശേഷം, അര സുവിശേഷം. സുവിശേഷത്തിന് ലക്ഷ്യവുമുണ്ട്, മാർഗവും. സുവിശേഷത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ പാപനിമിത്തം പിശാചിനാൽ കൊല്ലാൻ പിടിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമ്മളെ രക്ഷിച്ചു. അവിടെയാണ് നാം യേശുവിനെ കർത്താവായി സ്വീകരിച്ചതൊക്കെ കേട്ടോ. രക്ഷിച്ചിട്ട്
ക്രിസ്തയേശുവിന്റെ പുനരുദ്ധാനത്തിൽ ഒരു പുതു സൃഷ്ടികർമ്മം നടന്നു. എഫേസ്യർ 2 പറയുന്നു. ആ പുതു സൃഷ്ടികർമ്മമാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള, ശ്രദ്ധിച്ച് കേൾക്കുക, സാജുബാഗ് ശ്രദ്ധിച്ച് കേൾക്കുക, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി. ആ വഴിയുടെ പേരാണ് ജീവനുള്ള പുതിയ വഴി. ആ ജീവനുള്ള പുതിയ വഴി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലെ പുതിയ സൃഷ്ടിയാണ്. ഈ ലോകത്തിലെ ഏതെങ്കിലും വഴിക്ക് ജീവനുണ്ടോ? ഇവൻ ഞങ്ങളായിരിക്കുന്ന ദുബായിൽ ഒരു പാലത്തിന് ജീവനുണ്ട്. രാത്രിയാകുമ്പോ അതിന് ജീവൻ വരും. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നാ പേര്. പക്ഷെ പവർ പോയാൽ അതിന്റെ ജീവനും പോയി. എന്നാൽ ഇവിടെ ജീവനുള്ള പുതിയ വഴി, ആ ജീവനുള്ള പുതിയ വഴിയാണ് ക്രിസ്തയേശുവിലുള്ള പുതിയ സൃഷ്ടികൾ. ഇതാണ് ഹെബ്രായർ 10:19 പറയുന്നത്. തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ ജീവനുള്ള പുതിയ വഴിയെ തുറന്നു. ഇത് നമുക്ക് വേണ്ടത് ആ വഴിയാണ്, പുതിയ സൃഷ്ടി എന്ന ആ വഴി. പക്ഷെ ക്രിസ്തീയ ലോകത്ത് കാണാത്ത വഴി, ക്രിസ്തീയ ബുക്ക് ഷോപ്പിൽ ഒരു പുസ്തകം പോലും ഇല്ലാത്ത ആ വഴി, ബൈബിൾ കോളേജിന്റെ സിലബസിൽ പോലും ഇല്ലാത്ത ആ വഴി. ഗലാത്യർ 6:15 പറയുന്നു, ഇനി പഴയ സൃഷ്ടിയിലെ അഗ്രചർമ്മോ അല്ല, പരിച്ഛേദനമോ അല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ആയിരിക്കുക. പുതിയ സൃഷ്ടി ജഡത്തിലല്ല, ആത്മാവിലാണ്. ഇതുകൊണ്ടാണ് ഗലാത്യരോട് സുവിശേഷം പറയുമ്പോൾ പൗലോസ് തന്റെ സുവിശേഷ യാത്രയിലൂടെ ജനിക്കപ്പെട്ട മക്കളാണ് അവരെ ശാസിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്ര ബുദ്ധിയില്ലയോ? ബുദ്ധി കെട്ടപ്പോയോ? നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പൊ ജഡത്തിലോ സമാപിക്കുന്നത്. അതായത് പുതിയ സൃഷ്ടിയിൽ ആരംഭിച്ചിട്ട് നിങ്ങൾ പോയി പഴയതിലെ അഗ്രകർമ്മവും പഴയതിലെ ന്യായപ്രമാണവും ഇതിലോ പോയി നിങ്ങൾ അവസാനിക്കുന്നത്. പ്രിയ സഹോദരൻ, വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. നമ്മൾ ഇനി ജഡത്തിലേക്ക് മടങ്ങി വരുന്നില്ല. ഓരോ ദിവസവും നിങ്ങൾ കൗണ്ട് ചെയ്തു, ഓരോ ദിവസവും കൗണ്ട് ചെയ്തു. ഈ ഒളിമ്പിക്സ് ഒക്കെ തുടങ്ങുമ്പോ ഇനി 30 ദിവസം, ഇനി 29 ദിവസം, ഇനി 28 ദിവസം. എന്റെ ജീവിതത്തിലെ കൗണ്ടിങ് അതാട്ടോ. ഞാൻ ഇങ്ങനെ കൗണ്ട് ചെയ്യും. ഇനി ഞാൻ ജഡത്തിലേക്ക് ഇല്ല. കാരണം ഓൾറെഡി എന്റെ പപ്പ എന്നെ ക്രിസ്തുവിൽ ആത്മാവിലേക്ക് മാറ്റി. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആ സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നാം ദൈവത്തിന്റെ മക്കളായി ദൈവത്തോടൊപ്പം സ്വർഗീയ കുടുംബത്തിൽ പുതിയ യെരൂശലേമിൽ പാർക്കുന്ന ആ അവസ്ഥയാണ് സുവിശേഷം. അതിലേക്ക് നാം എത്തിച്ചേരാൻ നമ്മുടെ പപ്പ നമുക്ക് തന്ന ഏക മാർഗമാണ് കർത്താവായ യേശു. അപ്പൊ ലക്ഷ്യം സ്വർഗീയ പിതാവോടുകൂടെ ക്രിസ്തുവിൽ വസിക്കുക, മാർഗം ദൈവപുത്രനായ ക്രിസ്തു. ഇതാ യേശു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോ പിതാവിന്റെ അടുക്കൽ എത്തുന്നതാണ് ലക്ഷ്യം. അല്ലാണ്ട് പിതാവിനെ ക്രിസ്തുവിനെ വെച്ച് ഒഴിവാക്കുകയല്ല ലക്ഷ്യം. നമ്മൾ പലപ്പോഴും കാണുന്നത് പിതാവിനെ ക്രിസ്തുവിനെ വെച്ച് ഒഴിവാക്കുക. നോ. പിതാവിനെ ക്രിസ്തുവിനെ വെച്ച് ഒഴിവാക്കുന്നത് അട്ടിമറിക്കപ്പെട്ട സുവിശേഷമാണ്. സുവിശേഷം എന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ക്രിസ്തുവിലൂടെ പിതാവിലെത്തുന്നതാണ് വിശുദ്ധ ബൈബിളിലെ സുവിശേഷം. ഇനി ഞാൻ അര സുവിശേഷത്തിന്റെ കാര്യം പറയാം. അര സുവിശേഷവും അതായത് മുറി സുവിശേഷവും ബൈബിളിലെ പൂർണ്ണ സുവിശേഷം. ഞാൻ ഒന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിഷമം ഉണ്ടാകരുത്. വിഷമം ഉണ്ടായാലും കുഴപ്പമില്ല. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തിലേക്കും തുടർന്ന് നിത്യജീവനിലേക്കും നയിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്ന സുവിശേഷം ശ്രദ്ധിച്ചു കേൾക്കുക. യേശു തന്റെ സുവിശേഷ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ശ്രദ്ധിച്ചില്ല അല്ലെ? പ്രസംഗിക്കുന്ന സുവിശേഷം യേശു തന്റെ സുവിശേഷ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു.
നമ്മളിന്ന് പ്രസംഗിക്കുന്ന സുവിശേഷം എന്താ? 2 തിമോത്തിയിൽ പറയുന്ന ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ആകുന്നു എന്റെ സുവിശേഷം. ഇതെന്ത് പറഞ്ഞു തരാൻ? യേശു പറയാൻ വേണ്ടിയല്ല, യേശു തീർച്ചയായും നമുക്ക് സുവിശേഷം തന്നെ. പക്ഷെ നമ്മളിന്ന് പ്രസംഗിക്കുന്ന അതായത് ഇതാ ദാവീദിന്റെ പുത്രനായി ഞാൻ മരിച്ചു, ഞാൻ ഉയർത്തെഴുന്നേറ്റു, എന്നെ വിശ്വസിക്കൂ, ഇങ്ങനെ ഒരു പ്രസംഗം യേശു പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ യേശു സുവിശേഷം പ്രസംഗിച്ചു. അപ്പൊ ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശു ആവുന്നു എന്റെ സുവിശേഷം എന്ന് പൗലോസ് പറഞ്ഞില്ലയോ ബ്രദറെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ? യേശു പൗലോസിന്റെ സുവിശേഷം തന്നെയാണ്. പക്ഷെ പൗലോസ് അങ്ങനെയല്ല പറഞ്ഞത്. പൗലോസ് പറഞ്ഞൊരു കാര്യം എന്ന് പറയാമോ? എന്റെ സുവിശേഷം, അതായത് താൻ ചങ്ങല ധരിച്ച് കഷ്ടത അനുഭവിക്കുക. അപ്പോഴാണ് തന്റെ ശിഷ്യനായ തിമോത്തിയോസ് കഷ്ടതയെ കുറിച്ച്, അവിടെയുള്ള സഹനത്തെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഇദ്ദേഹം ഈ തിമോത്തിയോസിനെ എഴുതുകയാണ്, തിമോത്തിയോസെ, ഞാനിവിടെ ചങ്ങല ധരിച്ച് കഷ്ടത അനുഭവിക്കുക, നീ എന്ത് ചെയ്യണം? ക്രിസ്തയേശുവിന്റെ പഠനാക്കി നീ കഷ്ടത സഹിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ കഷ്ടത സഹിക്കുമ്പോ അതിനെ ജയകരമായി അതിലൂടെ കടന്നു പോകാൻ നീ ഒരാളെ ഓർക്കണം. അതാരാണോ? അദ്ദേഹം പറയാണ്, എന്റെ സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു, ആ യേശുവിനെ നീ ഓർക്കണം. ഇതാണ് ഹെബ്രായ ലേഖനം പറയുന്നത്. പാപത്തോട് പോരാടുന്നതിൽ നാം ഇതുവരെ പ്രാണത്യാഗത്തോടെ സഹിച്ചു നിന്നിട്ടില്ല. വിശ്വാസനും പൂർത്തി വന്ന യേശുവിനെ നോക്കണം. ആ യേശുവെ നീ നോക്കുമ്പോ പാപികളാൽ തനിക്ക് നേരിട്ട സഹിച്ച യേശുവിനെ ഓർക്കുമ്പോ നിനക്ക് ഈ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നിന്ന് ജയത്തോടെ മുന്നോട്ടേക്ക് പോകാൻ കഴിയും. ഇതാണ് ആ സന്ദേശം. ഞാൻ ചുരുക്കിയൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇത് വചനത്തിലൂടെ നമുക്കൊന്ന് ഉറപ്പിക്കാം. എന്റെ ഒരു ട്രാൻസ്ലേഷൻ എറർ സ്പിരിറ്റിൽ കുടുങ്ങിപ്പോയ സഭകൾ ഞാൻ ഇത് കണ്ടതുമാതിരി, എറർ സ്പിരിറ്റിൽ കുടുങ്ങിപ്പോയ സഭകളെ ബൈബിളിൽ എവിടെ ട്രാൻസ്ലേഷൻ വിഷയം കൊണ്ടോ അത് അവർക്ക് ഒരു ഡോക്ടറിനാണ്. ഞാൻ അതിശയിച്ചു പോയി. എവിടെയൊക്കെ ട്രാൻസ്ലേഷൻ വിഷയം കൊണ്ടോ അതങ്ങ് എടുത്തിട്ടൊരു ഡോക്ടറിനാക്കി ഉപയോഗിക്കുക. അങ്ങനെയല്ല. ഇതാ നമുക്ക് അരസുവിശേഷം ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് മുഴു സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു. യേശു ക്രിസ്തു തന്റെ ജീവിതകാലത്ത് മുഴുവൻ പ്രസംഗിച്ചത് തന്റെ അപ്പൻ തന്നെ ഏൽപ്പിച്ച ദൈവരാജ്യ സുവിശേഷമാണ്. അപ്പസ്തോലന്മാരെ ആ ദൈവരാജ്യ സുവിശേഷം പ്രസംഗിക്കാൻ ഏൽപ്പിച്ചപ്പോ അപ്പസ്തോലന്മാർ യേശു ക്രിസ്തു ഇവിടുന്ന് മരിച്ചുയർത്തുന്നത് വരെ, അതിന് തൊട്ട് മുമ്പ് വരെ ദൈവരാജ്യ സുവിശേഷം അറിയിച്ചു. യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നതിന് ശേഷം അവർ ദൈവരാജ്യ സുവിശേഷവും യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ അതിലേക്ക് ഞാൻ നിങ്ങൾ എത്തുവാൻ തുറന്ന മാർഗവും അവർ പ്രസംഗിച്ചു. ആ മാർഗമാണ് പുതിയ സൃഷ്ടി. ഇത് രണ്ടും കൂടി ഉള്ളപ്പോഴാണ് അത് പൂർണ്ണ സുവിശേഷമാകുന്നുള്ളൂ. യേശു നമ്മളോട് കൽപ്പിച്ച, യേശു പ്രസംഗിച്ച് കാണിച്ച ദൈവരാജ്യ സുവിശേഷവും അതോടൊപ്പം തന്നെ അപ്പസ്തോലന്മാർ യേശു ക്രിസ്തു അതിലേക്ക് വേണ്ടി നമുക്ക് കാൽവരി ക്രൂശിൽ വഴി തുറന്ന ആ കാൽവരി ക്രൂശിലെ മരണവും, ഇത് രണ്ടും കൂടി ചേർന്ന് പ്രസംഗിക്കുമ്പോൾ പൂർണ്ണ സുവിശേഷമായി. യേശു പ്രസംഗിച്ചത് ദൈവ ഇഷ്ടവും അപ്പസ്തോലന്മാർ ദൈവ ഇഷ്ടം പ്രസംഗിച്ച് ദൈവരാജ്യം പ്രസംഗിച്ച് അതിലേക്കുള്ള ഏക വഴിയായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തുറന്ന വഴിയെ കുറിച്ച് പറഞ്ഞു. ആ വഴി നമുക്ക് സ്വന്തമാക്കാനാണ്, ആ വഴിയിൽ കയറാനാണ്, അല്ലെങ്കിൽ അതിന് ടിക്കറ്റ് എടുക്കാനാണ് നാം യേശു എന്റെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് ആ യേശുവിനെ എന്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നത് ആ വഴിയിലേക്കുള്ള ടിക്കറ്റാണ്, ലക്ഷ്യമല്ല. ലക്ഷ്യമാണ് യേശു 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷം. ഇത് തിരിച്ചറിയണം. അപ്പൊ നമ്മളുടെ ഇന്ന് ലോകത്ത് കേൾക്കുന്ന ബഹുഭൂരിപക്ഷം സുവിശേഷത്തിലും മാർഗം മാത്രമേ ഉള്ളൂ, ലക്ഷ്യമില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. എന്നിട്ട്
ടെക്നിക്കുകൾ ഉപയോഗിച്ച് പിശാചും അവന്റെ ആളുകളും നമ്മൾക്ക് ഇവരാൽ തെറ്റിപ്പോകുന്ന നല്ല ദൈവദാസന്മാരും ചില വചനങ്ങൾ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ എടുത്തിട്ട് യേശു പ്രസംഗിച്ച സുവിശേഷത്തെ എടുത്ത് വലിച്ചെറിയാൻ ശ്രമിക്കുക. അത് ചെയ്യുന്നത്. അപ്പോ അതിലൊരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ് ഇപ്പൊ നമ്മൾ വായിക്കാൻ പോകുന്നത്. അരസുവിശേഷം ഉണ്ടാക്കുന്ന രംഗമാണ്. മുഴുസുവിശേഷം ലക്ഷ്യം പറയാതെ മാർഗം മാത്രം. ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു യേശു ആവുന്നു എന്റെ സുവിശേഷം. ആ വേദന അങ്ങനെയല്ല കേട്ടോ. നമുക്ക് അതിന്റെ കോണ്ടസ്റ്റും കൂടി എടുത്ത് നമുക്ക് ഒന്ന് ചെയ്യാം. 2 തിമോത്തി എത്ര മാസമേ 2 തിമോത്തി 2-ാം അധ്യായം പലരും പ്രസംഗത്തിൽ ചേർത്ത സംഭവമാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ അതാകുന്നു എന്റെ സുവിശേഷം. അതാകുന്നു എന്റെ സുവിശേഷം. ശ്രദ്ധിച്ചേ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും, ഞാൻ ഷെയർ ചെയ്താണ്. എന്റെ മുമ്പിൽ 2 ബൈബിൾ ഇരിക്കുന്നുണ്ട്. ഒന്ന് KJV, ഒന്ന് ASV. ഞാനത് വായിക്കാട്ടോ. ഏതൊക്കെയാ? ഒന്ന് കിങ് ജെയിംസ് വെർഷൻ, പിന്നെ ഒന്ന് അമേരിക്കൻ സ്റ്റാൻഡേർഡ് വെർഷൻ. എന്റെ കമ്പ്യൂട്ടർ കിടക്കുന്ന 2 അത് 2 ഞാൻ വായിക്കാം. അവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുകയാണ്. അതായത് അതാകുന്നു എന്റെ സുവിശേഷം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മൈ ഗോസ്പൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെയും പൗലോസ് പ്രസംഗിച്ച ഗോസ്പലിനെ പൗലോസ് വെട്ടിക്കളഞ്ഞതിന് തുല്യമായി. ഇവർ എഴുതിയിരിക്കുകയാണ്, റിമെമ്പർ that Jesus Christ, seed of David, was raised from the dead according to my gospel. Not this is my gospel. അല്പമെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മനസ്സിലാവും. ദിസ് ഈസ് മൈ ഗോസ്പൽ, അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ എന്താണ്? എന്റെ സുവിശേഷം അനുസരിച്ച്, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ച സുവിശേഷം പറഞ്ഞ ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നീ ഓർത്തുകൊള്ളണം എന്നാണ് പറഞ്ഞത്. തൊട്ട് മുകളിലും പിമ്പിലും പറയാണ്, തിമോത്തിയോസേ, ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കുക. അതാണ് എന്റെ 7-ാം വാക്യം. ഞാൻ പറയുന്നത് ചിന്തിച്ചുകൊള്ളുക, കർത്താവ് സകലത്തിന് നിനക്ക് ബുദ്ധി നൽകുമല്ലോ. എന്നിട്ട് എന്താണ് പറയണത്? അതിന്റെ തൊട്ട് മുകളിൽ 3-ാം വാക്യം പറയാണ്, ക്രിസ്തയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ഹലോ, ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോ പൗലോസ് എന്ത് ചെയ്യുക? കഷ്ടം സഹിക്കുക. തിമോത്തിയോസിനോട് എന്നാ പറയണേ? നീയും എന്നോടുകൂടെ ക്രിസ്തയേശുവിന്റെ ഭടനായി നീ എന്നോട് കഷ്ടം സഹിക്കുക. അപ്പൊ അതിന്റെ മുകളില് ഇനി ഈ വാക്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, 9-ാം വാക്യം താഴേക്ക് എഴുതിയിരിക്കുകയാണ്, അതാകുന്നു എന്റെ സുവിശേഷം. വായിച്ചേ. അതാകുന്നു എന്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. ശ്രദ്ധിച്ചോട്ടോ. അപ്പൊ മോളിൽ പറയുന്നു, തിമോത്തിയോസേ, നീയും നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഈ വചനത്തിന്റെ ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ആവുന്നു എന്റെ സുവിശേഷം എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെയും പറയുന്നു, ഞാനിവിടെ ചങ്ങല ധരിച്ച് സുവിശേഷം അറിയിക്കുന്നതിന്റെ കഷ്ടം സഹിക്കുന്നു. നീ എവിടെ കഷ്ടം സഹിക്കുക? എന്നിട്ട് പറയാണ് അതിന്റെ ഇടയിലെ, ഈ ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തേറ്റ യേശുവില്ലേ, ഞാൻ സുവിശേഷത്തിൽ പറഞ്ഞ യേശു, അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ, ആ യേശുവിനെ നീ ഓർത്തുകൊള്ളണം. എപ്പോ? കഷ്ടതയിലൂടെ കിടക്കുമ്പോ. ഇതാണ് ആ പറഞ്ഞേ. ഈ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കിനെ പൊതിഞ്ഞെടുത്ത്, ഇതിന് പൊതിഞ്ഞെടുത്ത് അൾത്താരയില് അല്ലെങ്കിൽ സക്രാരിയില് അല്ലെങ്കിൽ പ്രസംഗ പീഠത്തിലങ്ങ് കൊണ്ട് വെച്ചിട്ട് യേശു 3 വർഷം പ്രസംഗിച്ച സുവിശേഷത്തെ അങ്ങ് എടുത്തങ്ങ് കളഞ്ഞു. ഞാൻ പറയുന്നത് അരസുവിശേഷം എങ്ങനെ ഉണ്ടാക്കാന്നാണ് കേട്ടോ. അരസുവിശേഷം. ഇനി വചനം വേണം. എബ്രായ ലേഖനം 12
ഇതാ ആ എബ്രായ ലേഖനക്കാരൻ നമ്മളോട് പറയാണ്, കഷ്ടതയിലൂടെ പോകും ഈ യേശുവിനെ നീ ഓർത്തുകൊള്ളണം എന്നാണ് നമ്മളോട് പറയുന്നത്. എന്തിനാ? നിങ്ങൾ ക്ഷീണിച്ചു മടുത്തു പോകും. അല്ലെങ്കിൽ നിങ്ങൾ ക്ഷീണിച്ച് കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, അത് യഥാർത്ഥ സുവിശേഷത്തിന് കഷ്ടതയുണ്ട്. ലോകത്ത് അവന് ക്രിസ്തുവിന്റെ അനുഭവമാണ്. സഭ അവനെ കുറ്റം പറയും. പറയാണ്, നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ക്ഷീണിക്കും. പലപ്പോഴും ചിന്തിക്കും, എന്തിനാ എന്റെ അപ്പ ഇതിന്റെയൊക്കെ ആവശ്യം? ഇവരെയൊക്കെ നന്നാക്കാൻ പോയി, സുവിശേഷം അറിയിക്കാൻ പോയത് കൊണ്ടല്ലേ ഇതൊക്കെ ഉള്ളൂ. അപ്പോ ഇങ്ങനെ നിങ്ങൾ മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ച യേശുവിനെ ധ്യാനിക്കണം. ഇത് തന്നെയാണ് വിശുദ്ധ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്. ആ യേശുവിനെ നീ ഓർത്തുകൊള്ളണം. എന്റെ സുവിശേഷം ഞാൻ പറഞ്ഞില്ലേ, ആ യേശുവിനെ ഓർത്തുകൊള്ളുക. അതുകൊണ്ട് സുവിശേഷം ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയുള്ള വചനമല്ലത്. വൈകിയ അതിന്റെ 3-ാം വാക്യം, 12-3 വായിച്ചത് ദാസനെ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. എന്തിനു വേണ്ടിയാണ്? താഴെ കൂടി വായിച്ച 4-ാം വാക്യം. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മനസ്സിലായോ? സഹനത്തിലൂടെ പോയാലും പാപത്തിൽ വീഴരുത്. ഇതിന്റെ മാതൃകയാണ് യേശു. അതാണ് അതിന്റെ 2-ാം വാക്യം പറയുന്നത്. 2-ാം വാക്യം പറയുന്ന ഒരു കാര്യം നമ്മളോട് പറയാണ്, നമ്മൾ ആരെ നോക്കണം? തിമോഥെയോസ് പൗലോസിനോട് പറയാണ്, യേശുവിനെ നോക്ക്. നമ്മൾ ആരെ നോക്കണം? 2-ാം വാക്യം വായിച്ചേ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോളം യേശു എതിർത്ത് നിന്നു. ആ യേശുവിനെ നമ്മൾ ധ്യാനിച്ചു കൊള്ളണം. ഇതാ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു എക്സാമ്പിൾ. കഴിഞ്ഞ ദിവസം അറിയുന്ന ഒരു ദൈവദാസൻ. ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു തൽക്കാലത്തേക്കൊന്ന്. മിസ്സിസ് സാജു അല്ലേ? പേര് തുഷാര. സ്കൂളൊക്കെ സിസ്റ്ററുടെ ഷോൾഡറിലാണെന്ന് കേട്ടിട്ടുണ്ട്. ദൈവം തുണയ്ക്കട്ടെ. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇപ്പോൾ പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല നമ്മൾ. പക്ഷെ യേശു നിന്നിട്ടുണ്ട്. ആ യേശുവിനെ ഓർത്തുകൊള്ളണം. പാപികളാൽ തങ്ങൾക്ക് കടന്നു വരുന്ന വിരോധം സഹിച്ചവൻ നാം ഓർത്തുകൊള്ളണം. എന്തിനാണ്? ഇവിടെ നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ. ഞാനിവിടെ ഒരു എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം എന്നെ അതിശയിപ്പിച്ചൊരു എക്സാമ്പിൾ. 2 എനിക്ക് വളരെ വ്യക്തമായി പരിചയമുള്ളൊരു ദിവസം. അദ്ദേഹം മറ്റൊരു ദേവദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ കോൺട്രാക്ടിന്റെ ടെർമിനേഷൻ ടൈമിന് താൻ യഥാർത്ഥത്തിൽ കളക്ട് ചെയ്യാത്ത ഒരു എമൗണ്ട് കൊടുക്കണമെന്ന് മറ്റു ദേവദാസൻ എന്നോട് അങ്ങനെ വാങ്ങിച്ചു എന്ന് പറയുന്നത് കേൾക്കാനിടയായി. ഈ ദേവദാസൻ വ്യക്തതയോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങളെ അത് വാങ്ങിച്ചിട്ടില്ല എന്ന് വ്യക്തതയോട് പറഞ്ഞപ്പോ ആ മറ്റേ ദേവദാസൻ എന്തറിയാമോ, വേറൊരാളുടെ കൂട്ടും പിടിച്ച് അയാളും കൂടി പറഞ്ഞല്ലോ നിങ്ങൾ വാങ്ങിച്ചെന്ന്. തന്നെ ഈ ഞാൻ അറിയുന്ന ഈ ദേവദാസൻ ഓക്കെ, നിങ്ങൾ വേറെ ആളെ നിരത്തിക്കൊണ്ട് വന്നില്ലേ, പക്ഷെ എന്റെ ചിന്തയിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വെരി ക്ലിയർലി റിട്ടേൺ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിട്ടേൺ ചെയ്തേനെ. പിന്നെ നിങ്ങൾ ആളെയും കൂട്ടിക്കൊണ്ട് വന്ന സ്ഥിതിക്ക് ഇനി ഒന്നും പറയാനില്ല. ഓക്കെ, ഐ എം ഗിവിംഗ് ദാറ്റ് മണി.
എടുത്തു. എന്താ സംഭവം? പണം നഷ്ടപ്പെട്ടാലും ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ പെട്ടിട്ട് അപകീർത്തിയിലേക്ക് വരരുത്. സുവിശേഷത്തിന് ഒരു വിധത്തിൽ ഒരു കളങ്കം ഉണ്ടാക്കരുത്. ഞാൻ ആ വ്യക്തിയോട് അതിശയപ്പെട്ടു. അതായത് ഒരു ആവശ്യമില്ലാതെ കടം വിട്ടു കൊടുക്കുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ തോട്ട് ഇങ്ങനെയാണ്: നോ ഫൈറ്റ്. പണമല്ലേ പോയുള്ളൂ, ജീവൻ പോയില്ലല്ലോ. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നീ പല്ലിയെ ഓർത്തോ, പല്ലിയെ പോലും ബുദ്ധിയുള്ളവനാണ്. പല്ലി എന്താ ചെയ്യുന്നേ? ഒരു പൂച്ച ചാടി വീഴുകയാണ്, തന്നെ തിന്നെ. പല്ലി എന്ത് ചെയ്യുന്ന അറിയാമോ? എന്താ ചെയ്യാ? കാല് മുറിച്ചിട്ടിട്ട് ആ പൂച്ചയ്ക്ക് കൊടുത്തിട്ട് പല്ലി ജീവനോട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ബൈബിള് പറയുന്നുണ്ട് ജ്ഞാനമുള്ള 4 ജന്തുക്കളുണ്ട്, അതിലൊന്ന് പല്ലിയും കൂടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, യേശുക്രിസ്തു പാപത്തോട് പോരാടാൻ പ്രാണത്യാഗത്തോളം നിന്നു. യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു, നിന്റെ കൈയാണ് നിന്റെ പാപത്തെ കൊണ്ടുവരുന്നതെങ്കിൽ ആ കൈയങ്ങ് വെട്ടിക്കളഞ്ഞായിരുന്നു. അതിന്റെ അർത്ഥം കൈ വെട്ടാനല്ല, അത്രത്തോളം പ്രാധാന്യമുണ്ട്. പാപത്തിൽ വീഴരുത്. നമ്മുടെ ചിന്തയിൽ പോലും പാപം കടന്നു വരരുത്. ഒരു വ്യക്തിക്ക് എതിരെ എല്ലാവർക്കും നന്മ മാത്രം നമ്മുടെ ചിന്തയിൽ. ഇത് യേശുവിന്റെ സുവിശേഷത്തിന്റെ പ്രൊഡക്റ്റാണ്. ഈ ലോക സുവിശേഷത്തിന് ഇങ്ങനെ ഒരാൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്നാൽ നിങ്ങൾ ചോദിക്കും, അങ്ങനെയുള്ള ആളെ കിട്ടും. പിന്നെ വിശുദ്ധ ബൈബിൾ 1 യോഹന്നാൻ 3:9 പറഞ്ഞത്, സിസ്റ്റർ ബൈബിൾ വായിക്കുമല്ലോ അല്ലേ? അവിടെ പറഞ്ഞത് ദൈവത്തിൽ നിന്ന് ജനിച്ച ജനനം അങ്ങനെയുള്ള വ്യക്തികൾക്ക് പാപം ചെയ്യാൻ പറ്റില്ലെന്നുള്ളതാണ്. ബൈബിൾ സത്യമായോ മക്കളെ? നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ. കാരണം നമ്മൾ ഇതുവരെ പൂർണ്ണ സുവിശേഷം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല, അറിയുണ്ടാവില്ല. വായിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. കണ്ടോ? പാപം ചെയ്യാൻ കഴിയാത്തൊരു സീഡ്. ഇതാണ് നമ്മളുടെ സുവിശേഷത്തിലെ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി പല നിയമങ്ങളും കൊണ്ട് നമ്മൾ കയറി വരിക, ന്യായപ്രമാണം കൊണ്ട്. അതൊക്കെ കഴിഞ്ഞു മക്കളെ, 2000 വർഷം മുമ്പ് കഴിഞ്ഞുപോയ സാധനം. ഇതാണ് ലൂക്കോസ് 16 പറയുന്ന ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാർക്ക് ഒരു കാലം ഉണ്ടായിരുന്നു. അത് യോഹന്നാൻ വരെ ആയിരുന്നു, സ്നാപയോഹന്നാൻ വരെ. അന്ന് മുതൽ ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ചു വരുന്നു. ഒന്ന് വായിച്ചു 16. ലൂക്കോസ് 16. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാത്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു. അതിൽ കേരളത്തിൽ ബലാത്കാരനെ പറ്റുമല്ലോ കേട്ടോ. നമ്മളിന്ന് പറഞ്ഞാൽ കൈപറ്റി കാലുമില്ലെന്നൊന്നും കേൾക്കില്ല. ഹല്ലേലൂയ. അപ്പൊ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം തീർന്നു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. വിശുദ്ധ ഹല്ലേലൂയ. അതോടുകൂടി തീർന്നു. അന്നു മുതൽ ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ചു വരുന്നു. പക്ഷെ ഇന്ന് അത് മാറ്റിയിട്ട് സുവിശേഷം പറഞ്ഞ ക്രിസ്തുവിനെ മാത്രം കർത്താവായി സ്വീകരിക്കുന്ന അറിയിച്ചു. ഇതാണ് ആരുടെ സുവിശേഷം? മനസ്സിലായോ? ഇതുകൊണ്ടാണ് നമുക്ക് ഈ ഫലം വരേണ്ടത്. എന്റെ കുഞ്ഞുങ്ങളെ, അപ്പോസ്തലന്മാർ ആദ്യം പ്രസംഗിച്ചതുപോലെ, ക്രിസ്തു പ്രസംഗിച്ചതുപോലെ നമ്മൾ സുവിശേഷം പ്രസന്റ് ചെയ്യുന്നുവെങ്കിൽ ലക്ഷ്യവും മാർഗവും. ലക്ഷ്യമാണ് സ്വർഗീയ പിതാവോടുകൂടെ ക്രിസ്തുയേശുവിൽ ഒരുമിച്ച് ആ പുതിയ യെരൂശലേമിലുള്ള ജീവിതം.
എന്നാൽ അതിലേക്കുള്ള മാർഗമാണ് കർത്താവ് യേശു 2000 വർഷം മുമ്പ് കാൽവരി ക്രൂശിൽ തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ ജീവനുള്ള പുതുവഴി തുറന്നത്. ആ പുതുവഴിയാണ് പുതിയ സൃഷ്ടി ക്രിസ്തുവിനെ. അതാണ് മാർഗം. അങ്ങനെ യേശുവാകുന്ന മാർഗത്തിലൂടെ നാം സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ, അതാണ് ലക്ഷ്യം. അപ്പൊ ലക്ഷ്യവും മാർഗവും. ഇനി വിഷയം എന്ന് പറഞ്ഞാൽ ഈ മാർഗത്തിൽ കയറിയാൽ പിന്നെ വഴി കാണത്തില്ല. അതുകൊണ്ടാണ് ഇതുവരെയും വഴി കാണുന്നത്. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞ വഴി ഇതുവരെയും സഭാലോകം കണ്ടത് വിരളം. ഞാൻ നേരത്തെ പറഞ്ഞേ, ക്രിസ്തീയ ബുക്ക് ഷോപ്പിൽ പുതിയ സൃഷ്ടിയെ കുറിച്ച് ഒരു പുസ്തകം പോലും കാണാനില്ല. ബൈബിൾ കോളേജിന്റെ സിലബസിൽ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞൊരു സിലബസേ ഇല്ല. പക്ഷെ ബൈബിളിൽ പറയുന്നു ഇനി പരിച്ഛേദമല്ല, അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി. അത്രേ കാര്യം. അപ്പൊ ഇനിയെങ്കിലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കണ്ടേ? ഇനിയെങ്കിലും കാര്യത്തിലേക്ക് കടക്കണ്ടേ? ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 6:15 വായിച്ചത്. ഗലാത്യ ലേഖനം 6:15. Father, we thank you. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്പൊ ഇനിയെങ്കിലും കാര്യത്തിലേക്ക് കിടക്കുക. പുതിയ സൃഷ്ടിയ കാര്യം. ബാക്കിയല്ല ഈ ഷർട്ട് ഇട്ടിരിക്കുന്ന, ചുരിദാർ ഇട്ടിരിക്കുന്ന, സാരി ഉടുത്തിരിക്കുന്ന, ഇത് പലരും പല സൂട്ട് ഇട്ടിരിക്കുന്ന, നിങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ശരീരം നല്ലതാ. പക്ഷെ ശരീരത്തിൽ നമ്മൾ ഉടനെ മാറിക്കൊടുക്കണം. 60, 70 ഏറിയാൽ 80, അതിൻ്റെ ഉള്ളിൽ ഈ വീട് മാറിക്കൊടുക്കണം. ഹല്ലേലൂയ. ആ വീടിന്റെ മുകളിലുള്ള പരിച്ഛേദനവും അഗ്രചർമ്മവും മീശ പിടിക്കലോ ഇങ്ങനെയുള്ള പല പല നിയമങ്ങളെല്ലാം ഈ കാര്യം പുതിയ സൃഷ്ടിയ കാര്യം. പുതിയ സൃഷ്ടി മൊത്തം ആത്മമാണ്. കാരണം പുതിയ സൃഷ്ടി ദൈവത്തിന്റെ മകനാ ക്രിസ്തുവിലൂടെ. അത് മൊത്തം ആത്മമണ്ഡലം. അപ്പൊ ഇത് തിരിച്ചറിയണം. എന്നിട്ട് നമ്മളുടെ ഭാവി മുഴുവൻ ദൈവരാജ്യത്തിൽ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത്, ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം എന്നുള്ളത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്. യേശു തീർച്ചയായും നമുക്ക് സുവിശേഷം അതാകുന്നു എന്നുള്ള സുവിശേഷം എന്ന് പറഞ്ഞിട്ട് യേശു 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷം, ശിഷ്യന്മാരെ പ്രസംഗിക്കാൻ ഏൽപ്പിച്ച സുവിശേഷം, ശിഷ്യന്മാർ പ്രസംഗിച്ച സുവിശേഷം ക്യാൻസൽ ചെയ്യുന്നത് ദൈവമല്ല, പിശാചാണ്. അവന്റെ ആളുകളാണ്. അതിൽ നമ്മൾ പങ്കാളികളാണ്. എന്നാൽ എങ്ങനെയാണ് ബൈബിളിലെ മുഴു സുവിശേഷം? യേശുവിനെ പ്രസംഗിച്ചല്ലോ, തീർച്ചയായും യേശുവിനെ പ്രസംഗിച്ചേ പറ്റൂ. യേശുവിനെ പ്രസംഗിക്കുന്ന ഒരാളാണ്. കാൽവരി ക്രൂശിലെ യേശുവിനെ പ്രസംഗിക്കണ്ടേ? ക്രൂശിലെ യേശുവിനെ തീർച്ചയായും പ്രസംഗിക്കും. പക്ഷെ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗലോസ് തന്നെയാ ഇത് പറയുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞാൻ പലപ്പോഴും കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ദേവദാസന്മാരാരെങ്കിലും വിളിക്കുമ്പോ അവര് ഇതുവരെയും പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം ക്യാൻസൽ ചെയ്തു. തുടക്കത്തിൽ പ്രസംഗിക്കാൻ മൈക്ക് എടുക്കുമ്പോ ഒരു അന്യഭാഷ അങ്ങ് പറയും. എന്നിട്ട് ആദ്യം തന്നെ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പൊ ഇത്രയും നാളും പ്രസംഗിച്ച ദൈവരാജ്യം അങ്ങ് ക്യാൻസലാക്കി. പോലും തന്നെ പ്രസംഗിക്കുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. പക്ഷെ എങ്ങനെയാ പ്രസംഗിക്കുന്നതെന്ന് അറിയണം. യേശു ക്രിസ്തു പറഞ്ഞ ദൈവരാജ്യ സുവിശേഷം അറിയിച്ചിട്ടാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. നിങ്ങളെ ആരെയും ചതിക്കുന്നത്. ഫസ്റ്റ് കൊരിന്ത്യർ 1:23 വായിച്ച സിസ്റ്ററെ. ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 1:23. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, യഹൂദന്മാർക്ക് എതിർത്ത്. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പൊ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവരാജ്യം എടുത്ത് കളയുകയല്ല. അതിന്റെ താഴെ അതിന്റെ ആ അപ്പസ്തല പ്രവൃത്തിയിൽ അവരുടേതായ പ്രസംഗം 20-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ എഫെസസിലെ മൂപ്പന്മാരോട് പ്രസംഗിക്കുമ്പോ പൗലോസ് പറയാണ്, ഞങ്ങൾ എങ്ങനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കണമെന്ന് അറിയാമോ? ദൈവരാജ്യം പ്രസംഗിച്ചിട്ടാ. യേശു ഞങ്ങളോട് കൽപ്പിച്ചത് പ്രസംഗിക്കാതെയല്ല. വായിച്ചേ അപ്പസ്തല പ്രവൃത്തി 20:25. എങ്ങനെയാണ്
അവർ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. എഫോസോസിലെ, അതായത് ജാതികൾക്ക് മെജോറിറ്റിയുള്ള എഫോസോസ് സഭയിലെ മൂപ്പന്മാരോട് പ്രസംഗിക്കുക. ഇത് പറയാണ്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. എങ്ങനെയാണ്? ദൈവരാജ്യം പ്രസംഗിച്ചു. നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ച് എന്റെ മുഖം നിങ്ങൾ ഇനി കാണത്തില്ല. ഇനി ദൈവരാജ്യം പ്രസംഗിക്കുമ്പോ പൗലോസ് അപ്പോസ്തലൻ ഇതാ അപ്പോസ്തലപ്രവൃത്തി അവസാന പുസ്തകം 28-ാം അധ്യായം 29-30 വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിനെ വളരെ വ്യക്തതയോടെ അറിയിച്ചു. സുവിശേഷം ക്യാൻസൽ, യേശു പ്രസംഗിച്ച സുവിശേഷം ഒരിക്കലും ക്യാൻസൽ ചെയ്യരുത്. അവിടെ പറയാണ്, അവർ ദൈവരാജ്യം പ്രസംഗിച്ചിട്ട് യേശുവിന് ഉപദേശിച്ചു. അല്ലാണ്ട് യേശുവിന് പറഞ്ഞ് ദൈവരാജ്യം ക്യാൻസൽ ചെയ്യല്ല. വായിക്കാം 28, 29, 30. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ടു പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. കണ്ടോ? അപ്പൊ എങ്ങനെയാ ആദ്യ കാലങ്ങളിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചേ? ദൈവരാജ്യം എടുത്ത് കളഞ്ഞിട്ടാണ് ഇന്നത്തെ പോലെ രാജ്യം പ്രസംഗിച്ചു, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു. പക്ഷെ ഇന്നത്തെ അര സുവിശേഷം അല്ലെങ്കിൽ മുറി സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിനെ പറയും, യേശുവിനെ കർത്താവായി സ്വീകരിക്കും. എന്നിട്ട് നിന്റെ രോഗം മാറി, ക്ഷീണം മാറും, പ്രൊമോഷൻ കിട്ടും, നിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. എന്റെ പ്രിയ സഹോദരൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ നാം പോകുന്നതെങ്കിൽ ദൈവവചനം പറയുന്നത് സകല മനുഷ്യരുടെ അനിഷ്ടന്മാരാണ്. നല്ലൊരു സകല മനുഷ്യരുടെ അനിഷ്ടന്മാരെ യേശുവിനെ നമുക്ക് തന്നു ഈ ലോകത്ത് നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഏക മാർഗമായിട്ടാണ്. അപ്പൊ അത് നാം ഉപയോഗിക്കാനിടയാണ്. അപ്പൊ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച പ്രസംഗം അതാണ്. ഇതാ ഫിലിപ്പോസ് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലേക്ക് വന്നേ. 8-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോ ഫിലിപ്പോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പക്ഷെ എങ്ങനെയാ ക്രിസ്തുവിനെ പ്രസംഗിച്ചേ? ദൈവരാജ്യം എന്ന യേശു ക്രിസ്തു കൽപ്പിച്ച സുവിശേഷം, യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം ഒഴിവാക്കിയിട്ടല്ല. 8-5 വായിച്ച അപ്പോസ്തലപ്രവൃത്തി 8-5. ഫിലിപ്പോസ് സമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അപ്പൊ ക്രിസ്തുവിനെ പ്രസംഗിക്കണം, തീർച്ചയായും ക്രിസ്തുവിനെ പ്രസംഗിക്കണം. പക്ഷെ എങ്ങനെ പ്രസംഗിക്കണം? അതിന്റെ 12-ാം വാക്യം പറയുന്നു, ദൈവരാജ്യം പ്രസംഗിച്ചിട്ടാണ് ക്രിസ്തുവെ പ്രസംഗിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവരെ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അപ്പോ ദൈവരാജ്യത്തെയും, അപ്പൊ ദൈവരാജ്യം ഒഴിവാക്കുന്നില്ല. കാരണം ദൈവരാജ്യമാണ് യേശു 3 വർഷം പ്രസംഗിച്ച സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ച് സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ, അപ്പൊ സുവിശേഷം എന്ന് യേശു പ്രസംഗിച്ചത് സുവിശേഷത്തിന്റെ നല്ല വാർത്തയാണ്. യേശു കാൽവരി മരിച്ചത് നല്ല വാർത്തയാണ്. യേശു പ്രസംഗിച്ച സുവിശേഷം നല്ല വാർത്തയാണ്. പക്ഷെ യേശു സുവിശേഷം അറിയിക്കുന്ന സുവിശേഷം രാജ്യ സുവിശേഷമാണ്. അല്ലാതെ ഞാൻ മരിച്ചു, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, എന്നെ കർത്താവായി സ്വീകരിക്കുന്ന യേശു എവിടെയെങ്കിലും പറഞ്ഞോ? 3.5 വർഷം സുവിശേഷം പ്രസംഗിച്ച യേശു എവിടെയെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. പക്ഷെ യേശു 3.5 വർഷം സുവിശേഷം പ്രസംഗിച്ചു. ആ സുവിശേഷം എടുത്ത് കളയുന്നതാണ് പിശാചിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് 2 Corinthians 4:4 പറയുന്നത്, ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, അത് യേശു പ്രസംഗിച്ച സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം, അതാണ് പിശാച്, മനുഷ്യരുടെ മനസ്സുകൾ കുരുടാക്കിയിരിക്കുക. പിശാച് കൂട്ടാളികളാകരുത് നമ്മൾ. 2 Corinthians 4:4 വായിച്ചു. 2 Corinthians chapter 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. മനസ്സിലായോ? യേശു പ്രസംഗിച്ച സുവിശേഷം ശോഭിക്കരുത്, മനുഷ്യരത് അറിയരുത്. അവൻ ഇന്നും ജയിച്ചിരിക്കുക, ഇന്നും ജയിച്ചിരിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങൾ നിങ്ങളെ അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ആ സുവിശേഷം നിങ്ങളൊന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ സുവിശേഷത്തിൽ അവിടെ ദൈവത്തിന്റെ മക്കളായിരുന്നു ജീവിക്കുക. ഇവിടെ നമ്മൾ ആരുടെ, ചാക്കോയുടെ മക്കള്, ജോസഫിന്റെ മക്കള് ഒക്കെ ആയിട്ട് ജീവിക്കണേ. അതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകുന്ന മൊത്തം. ദൈവവചനം പറയുന്നത് കാൺമീൻ, എത്ര ചെറിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം ചാക്കോടെയും ജോസഫിന്റെ മക്കളല്ല, ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ
ദൈവവചനം പറയുന്നത് ക്രിസ്തുവിന്റെ സഹോദരങ്ങൾ എന്ന് വിളിക്കപ്പെടാൻ. ദൈവവചനം പറയുന്നത് ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ എന്ന് വിളിക്കപ്പെടാൻ. ഇതുമല്ലോ നമ്മൾ കേൾക്കുവോ നമ്മുടെ സുവിശേഷത്തിൽ? ബൈബിളിലുണ്ട് ഇതൊക്കെ. നമ്മൾ യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരാണ്. അതുകൊണ്ട് ഏത് പുതിയ സൃഷ്ടിയിൽ യേശു ക്രിസ്തു, പഴയ സൃഷ്ടിയല്ല, പുതിയ സൃഷ്ടിയിൽ. അതുകൊണ്ട് യേശു നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ബൈബിള് പറയാണ് അവൻ നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഭയങ്കര ലജ്ജയാണ്, നമുക്ക് വിളിക്കാനൊന്നും പറ്റുന്നില്ല. എബ്രായ ലേഖനം 2:11 പറയാണ്, വിശുദ്ധീകരിക്കുന്ന വ്യക്തിയായ യേശുവിനും വിശുദ്ധീകരിക്കപ്പെടുന്ന നമുക്കും ഒരുവനല്ലോ അപ്പൻ. അതുകൊണ്ട് യേശു നമ്മളെ സഹോദരന്മാർ ലജ്ജിക്കുന്നില്ല. നിങ്ങൾ കേൾക്കണേ കേട്ടോ, ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല നിങ്ങളുടെ പള്ളിയിൽ ഇത് കേൾക്കും, ബൈബിളിൽ നിന്ന് കേൾക്കാം. ഒന്ന് വായിച്ചു സിസ്റ്റർ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. ഇവിടെ പറയാണ് നമുക്കും യേശുവിനും അപ്പൻ ഒരാളാണ്. ഇത് കാരണം യേശു നമ്മളെ ബ്രദേഴ്സ്, സഹോദരന്മാർ എന്ന് വിളിക്കാൻ യാതൊരു ലജ്ജയും ഇല്ല. പക്ഷെ നമുക്ക് പുതിയ സൃഷ്ടിയെ കുറിച്ച് വല്ല അറിഞ്ഞിട്ട് വേണ്ടേ? നമുക്കിത് അറിയില്ല, നമ്മൾ പഴുതി കിടന്ന് കളിക്കുമല്ലേ. അതുകൊണ്ടല്ലേ നമ്മളോട് പറയുന്ന ഗലാത്യരോട് സഭക്കാരോട് പറയാ, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരും ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട്, അതായത് പുതിയ സൃഷ്ടിയിൽ ആരംഭിച്ചിട്ട് നിങ്ങൾ ജഡത്തിൽ പഴയ സൃഷ്ടിയിൽ പോയി അവസാനിച്ചോ, ബുദ്ധിയില്ലാത്തവരെ. പക്ഷെ ഇതൊന്ന് കേട്ടാലോ എന്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് ജനത്തിന് രക്ഷപ്പെട്ടു പോരാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ പിൻപിലുള്ളവരുടെ പിടിയിലായി. മുൻപിലാണ് സ്വർഗീയ പിതാവും ക്രിസ്തുവും, പിൻപിലാണ് ഈ ലോകത്തിലെ എല്ലാ സഭകളും. നമ്മൾ ചെയ്യേണ്ടത് പിൻപിലുള്ളവരെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തയേശു ദൈവത്തിന്റെ പരമകളുടെ വിരുദ്ധനായ ലാക്കിലേക്ക് നമ്മൾ ഒരു തിരിച്ചറിവ് വേണം. നമ്മളെ ദൈവം മുൻ നിയമിച്ചത് യേശു ക്രിസ്തുവിന്റെ ബ്രദേഴ്സായി മാറാനാണ്. ഇതാണ് റോമ 8:29 പറയുന്നത്. വി ആർ അപ്പോയിന്റഡ്. ഈ ഒരു തിരിച്ചറിവ് വേണം. അപ്പോയിന്റഡ്. ഹല്ലേലൂയ. ഇപ്പോ ഒരു നിങ്ങളുടെ ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ തുഷാര സിസ്റ്ററുടെ സ്കൂളിലേക്ക് ഒരു ടീച്ചർ, ഒരു സ്ത്രീയെ നിയമിച്ചു മാത്തമാറ്റിക്സ് ടീച്ചറായിട്ട് അടുത്ത മാസം 1-ാം തീയതി വരണം എന്ന് നിയമിച്ചിരിക്കുന്നത് പോലെ ദൈവം നമ്മളെ നിയമിച്ചേക്കുന്നത് ക്രിസ്തുവിന്റെ ബ്രദേഴ്സ് ആയിട്ടാണ്, കൂട്ടവകാശികളായിട്ടാണ്. റോമ 8:29 വായിച്ചു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ക്ലിയർ ആയിട്ട് കേട്ടില്ലേ? ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു, അപ്പോയിന്റഡ് ആസ്. എന്തായിട്ട്? തന്റെ പുത്രനായ ക്രിസ്തുവിന് അനേക സഹോദരന്മാരുണ്ടാകണമെന്നും ആ സഹോദരന്മാരിൽ ആദ്യം ജനിച്ചത് ക്രിസ്തു ആണെന്നും സ്വർഗസ്ഥ പിതാവ് മുൻ നിയമിച്ചിരിക്കുന്നു. മനസ്സിലായോ? We are heirs of God and co-heirs with Jesus Christ in new creation. ഈ സുവിശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ എന്നാ കേട്ടെ? സ്തുതി ആരാധന അല്ലെ? ഇതല്ല ബൈബിൾ പറയണേ. സ്തുതി ആരാധന എല്ലാ സൃഷ്ടാവിന് സ്തുതി ആരാധന നിർബന്ധമാണ്. അതെല്ലാ സൃഷ്ടികളും ചെയ്യും, നമ്മളും ചെയ്യണം. ഇതൊന്നും അല്ല ബൈബിൾ പറയണേ. ഹല്ലേലൂയ. 8:17 കൂടി വായിച്ചു സിസ്റ്ററെ. ആ റോമ 8:17 കൂടി വായിച്ച്. അങ്ങനെ സഹോദരന്മാരായതുകൊണ്ട് നമുക്ക് യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശമുണ്ട്. വായിക്കേ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഹല്ലേലൂയ. മനസ്സിലായോ? സഹോദരന്മാർന്നുള്ള മോടി ഉറപ്പിച്ചത് കണ്ടോ? നാം മക്കളാണെങ്കിൽ യേശുവിന്റെ അവകാശികളല്ല, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനോട് ചേർന്ന് കൂട്ടവകാശികളും. ഇതാണ് നമ്മൾ ബ്രദേഴ്സ് ആണ്, സഹോദരൻ എന്ന് ഉറപ്പിക്കുന്നത്. ഇത് പുതിയ സൃഷ്ടിയില്ല. എന്റെ മോനെ നിങ്ങളുടെ ചർച്ചിൽ പറയാൻ സാധ്യതയില്ല. കാരണം 3-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ട് മുതൽ ഇത് മറച്ചു സുവിശേഷത്തെ. എന്നിട്ട് ആരോ സുവിശേഷം തന്നിട്ട് പറഞ്ഞു, ഇതാണ് മക്കളെ ഫുൾ സുവിശേഷം, എടുത്തോ. കല്യാണം കാണാത്ത നാട്ടിൽ ചെന്നിട്ടും എൻഗേജ്മെന്റ് കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് കല്യാണം. അവർ ചിന്തിച്ചു, ഇതാണ് കല്യാണം.
എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. ദൈവവചനം പറയുന്നു, ക്രിസ്തു പറയുന്നു, കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. ഇതാണ് മത്തായി 21, 22, 23 വിശ്വാസികളും ദൈവദാസന്മാരും കൂട്ടത്തോടെ യേശു തള്ളുകയാണ്. Get out! ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല ആധർമ്മം പ്രവർത്തിക്കുന്നു. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ചതിക്കപ്പെട്ടു. നമുക്കൊരു അല്പ ദിവസങ്ങളുള്ളൂ. നമുക്കൊരു ഭാവി ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗസ്ഥ പിതാവോട് ഒരുമിച്ച് ജീവിക്കുക, ക്രിസ്തയേശുവിനെ രക്ഷിക്കപ്പെടുക. ഇതാണ് 1 തെസ്സലോനിക്കർ 5:9, 10. ഇത് രണ്ടും കൂടി ചേർത്താ പറയണേ, ലക്ഷ്യവും മാർഗവും കൂടി ചേർത്താ പറയണേ. അപ്പൊ നമ്മളിത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഒന്ന് വായിച്ചാൽ 1 Thessalonians chapter 5 verse 9 and 10. 1 തെസ്സലോനി ചാപ്റ്റർ 5-ാം അധ്യായം 9, 10. 5. ദൈവം നമ്മെ കോപത്തിനല്ല, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. കണ്ടോ? രണ്ട് കാര്യം ഒരുമിച്ച്, ലക്ഷ്യവും മാർഗവും ഒരുമിച്ച് കയറിയ ഒരു വചനമാണ്. നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു വെച്ചോ. ദൈവം നമ്മെ അടിക്കാൻ വേണ്ടിയല്ല വിളിച്ചത്, നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. ഇതാണ് സുവിശേഷം. യേശു 3.5 വർഷം പ്രസംഗിച്ച ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മക്കളെ, ദൈവം നിങ്ങളോടുകൂടെ താമസിക്കാനുള്ള കാലം സമീപിച്ചു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവേ, താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പേ എന്ന ആ സുവിശേഷം ഉണ്ടല്ലോ, അത് ദൈവത്തോടുകൂടെ താമസിക്കാൻ. അവിടെ പറയുന്നു നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയാ, അടിക്കാൻ വേണ്ടിയല്ല. ദൈവം നമ്മെ കോപത്തിനല്ല നിയമിച്ചേക്കണേ, ദൈവത്തോടുകൂടെ താമസിക്കാൻ. അതിനുവേണ്ടി എന്ത് വേണം? ഇപ്പോൾ തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിപ്പാൻ അത്ര നിയമിച്ചത്. അതാണ് രക്ഷയുടെ സുവിശേഷം എന്നും പറയത്തില്ലേ? യേശുവിനെ കർത്താവ് രക്ഷിതാവാസി എന്ന് പറഞ്ഞില്ലേ? അത് സ്വർഗരാജ്യം കിട്ടിയെന്നല്ല അതിന്റെ അർത്ഥം. ഈ ലോകത്തിന്റെ പിടിയിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന് നാം സൗജന്യമായി രക്ഷപ്പെട്ടു. യേശുവിനെ കർത്താവ് രക്ഷിതാവാസി കഴിച്ചപ്പോ വഴിയിൽ കയറി. ഇനി സ്വർഗരാജ്യം കയറണമെന്നുണ്ടെങ്കിൽ യേശു പറയുന്നു, എന്നെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. എന്താണ് പിതാവിന്റെ ഇഷ്ടം? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും വിശുദ്ധനായിരിക്കുക. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണത്തിലൂടെ നമ്മൾ ദൈവത്തിന്റെ മക്കളായി വിളങ്ങും. ഇതുകൊണ്ട് ദൈവവചനം പറയുന്നത്, ഒരു പാപിയും ഒരു മ്ലേച്ഛത പ്രവർത്തിക്കുന്നവനും പുതിയ യെരൂശലേമിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ സ്റ്റാൻഡേർഡിൽ അവിടെ പ്രവേശിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ കയറ്റുമോ മക്കളെ? ഇല്ല. അതുകൊണ്ട് മനസ്സിലാക്കി, ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് വിശുദ്ധന്മാരാകാനൊന്നും പറ്റില്ല. ഇതിനു വേണ്ടിയുള്ള മെത്തേഡ് ഓൾറെഡി ഉണ്ട്. ഇതിനു വേണ്ടിയുള്ള മെത്തേഡാണ് സീഡ് മെത്തേഡ്. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ദൈവത്തിന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ, അപ്പൊ ഞങ്ങൾക്ക് പാപം ചെയ്യാൻ നന്നായിട്ട് പറ്റുന്നുണ്ടല്ലോ ബ്രദറെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, അത് നമുക്ക് പറ്റൂന്നേ, കാരണം നമ്മുടെ നേച്ചർ അതാന്നേ. അപ്പോഴാണ് പുതിയ സൃഷ്ടി, സീഡിൽ, ദൈവത്തിന്റെ സീഡിൽ നിന്ന് ഒരു വളർച്ച നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ആ സീഡിൽ നിന്ന് വളർന്നാൽ നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ സാധനം നന്നായിട്ട് പാപം ചെയ്യും. പഴയത്, ഈ ഒരു തിരിച്ചറിവ് വേണം. അപ്പൊ പഴയതിനെ മാറ്റിയിട്ട് പുതിയതിനെ ധരിച്ച കാര്യം ക്ലിയർ ആയി. പക്ഷെ നമുക്കത് അറിഞ്ഞുകൂടാ. നമ്മൾ ഇന്ന് ന്യായപ്രമാണം കൊണ്ട് കുസ്തി പിടിക്കുക, ന്യായപ്രമാണം കൊണ്ട് കുസ്തി പിടിക്കുക. കാരണം നമ്മൾ അര സുവിശേഷമല്ലേ കേട്ടിട്ടുള്ളൂ, മുഴു സുവിശേഷം കേട്ടിട്ടില്ലല്ലോ. മുഴു സുവിശേഷമായിട്ട് ആരെങ്കിലും വന്ന ഉടനെ പിശാചും അവന്റെ ആളുകളും നമ്മൾ ചതിക്കപ്പെട്ട നല്ല ദേവദാസന്മാർക്ക് ചേർന്ന് പറയും, അവരോട് ചേർന്ന് പറയും, വരുന്നടാ ദുരുപദേശം, ദൈവരാജ്യം വരുന്നടാ, ചോദിച്ചു ദൈവരാജ്യം വരുന്നു. അതങ്ങനെ വന്ന പിന്നെ ഞങ്ങളുടെ മാർക്കറ്റ് പോയത് തന്നെ. ഹല്ലേലൂയ. ഞങ്ങളുടെ മാർക്കറ്റ് പോകും. ഹല്ലേലൂയ. പൗലോസും കൂട്ടർ സുവിശേഷമായിട്ട് വന്നപ്പോ വിഗ്രഹാരാധികളായ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നവർ ഭയങ്കര ബഹളം, എല്ലായിടത്തും ബഹളം. കാരണം ഞങ്ങളുടെ കച്ചവടം കൂട്ടിക്കാൻ ഒരുത്തം വന്നിരിക്കുന്നു, കയ്യോണ്ടുണ്ടാക്കിയ ദൈവങ്ങളെ അല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. കൊടിയെടുക്കട, സമരം ഉണ്ടാക്കട, കല്ലെറിയട, പുറത്തെടുക്കട. എത്ര നാള് പോകും മക്കളെ? ശ്വാസം ഇപ്പൊ തീരും. യേശുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം കേട്ടോ. ശ്രദ്ധിക്കുക. നാം അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇത്ര പാപമില്ല. അറിഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു എന്ന് യേശു പറയുന്നു. വളരെ ശ്രദ്ധയോടെ ജീവിതം പാപരഹിതമായി സൂക്ഷിക്കുക. ഹല്ലേലൂയ.
പ്രവൃത്തിയിലല്ല, ചിന്തയിൽ പാപരഹിതമായിരിക്കുക. കാരണം ദൈവവചനം പറഞ്ഞു, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അത്തരത്തെയും കാത്തുകൊള്ളട്ടെ. അപ്പൊ ജീവനെ ആഗ്രഹിക്കുന്നവർ മതി. അത് നമ്മളോ പിന്നെ അത് ആഗ്രഹിക്കുന്നു. നമുക്ക് വേണ്ടത് കറൻസിയാണ്. ജീവനെ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് അല്ലെ മക്കളെ? കറൻസി വേണം. ഈ ലോകത്തിൽ എന്തിനും കറൻസിയിലാണ് നടക്കില്ല. പക്ഷെ സെമത്തേരി വരും. അതിനെന്ത് വേണമെന്ന് അറിയാമോ? ഈ കൈകൾ അധ്വാനിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ നിയമം അങ്ങനെയാണ്. ശപിക്കപ്പെട്ട ഈ ഭൂമിയുടെ നിയമം അങ്ങനെയാണ്. നെറ്റിയിലെ വേർപ്പുണ്ട് ആഹാരം കഴിക്കാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇതാ യേശു, നമുക്ക് ഒന്ന് രണ്ട് ബൈബിൾ വാചനോട് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അപ്പൊ യേശു, പലർക്കും ഇന്ന് സുവിശേഷം എന്താണെന്ന് വ്യക്തമായൊരു ബോധവും ഇല്ല. നമ്മളിപ്പോ നേരത്തെ വായിച്ച വചനം ലക്ഷ്യവും മാർഗവും ഒരുമിച്ച് പറഞ്ഞു. എന്നാൽ അരസുവിശേഷത്തിൽ മാർഗം മാത്രമേ പറയൂ, ലക്ഷ്യം പറയില്ല. യേശുവിനെ മാത്രമേ പറയൂ, യേശു പ്രസംഗിച്ച സുവിശേഷം വേണ്ടത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയല്ല, യേശു പ്രസംഗിച്ച സുവിശേഷം പറഞ്ഞ് യേശുവിനെ പറയണം. ആരെ പോലെ? അപ്പോസ്തലന്മാരെ പോലെ. അവര് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചു. എങ്ങനെയാ പ്രസംഗിച്ചേ? ദൈവരാജ്യം പറഞ്ഞുകൊണ്ട്, ക്രിസ്തു അതിലേക്കുള്ള ലക്ഷ്യം പറഞ്ഞുകൊണ്ട് യേശുവിനെ പറഞ്ഞു. നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? നമ്മൾ എന്താ ഇങ്ങനെ ആയിപ്പോയെ? പിശാചും അവന്റെ കൂട്ടരും 24/7 പ്രവർത്തിക്കുന്നതുകൊണ്ട്. ദൈവത്തിന്റെ വചനം പറഞ്ഞു, സാത്താൻ അലറുന്ന സിംഹം പോലെ ആര് വിഴുങ്ങണം എന്ന് ചിന്തിച്ച് ചുറ്റിത്തിരിയുക. നമ്മൾ വിഴുങ്ങിയത് കൊണ്ടാ. ഇതാ യേശു ക്രിസ്തുവിന്റെ ആദ്യ പ്രസംഗം നമുക്ക് കാണാം. മാർക്കോസ് സുവിശേഷം അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 4:17 മുതൽ വായിച്ചു. ആദ്യ പ്രസംഗം യേശു സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുക. ദാവീദിന്റെ പുത്രനെ ഞാൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, എന്നെ കർത്താവായി ഏറ്റുപറ. ഇതൊന്നും അല്ല യേശു പ്രസംഗിച്ചേ. പക്ഷെ ഇതൊന്നും കൂടാതെ യേശു സുവിശേഷം പ്രസംഗിച്ചു. വായിച്ചേ മത്തായി 4. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. സ്റ്റാർട്ടിങ്. ഇനി മാർക്കോസ് 1:15 വായിച്ചത്. ഹല്ലേലൂയ. അന്ന് മുതൽ യേശു. അപ്പൊ യേശുവിന്റെ സ്റ്റാർട്ടിങ് മെസ്സേജ് ആണ് ദൈവരാജ്യ സുവിശേഷം അല്ലെങ്കിൽ സ്വർഗരാജ്യ സുവിശേഷം. ഇനി മാർക്കോസ് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പൊ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതായത് ദൈവം നിന്നോടുകൂടെ പാർക്കാൻ കാലം സമീപിച്ചെന്ന്. മനുഷ്യനും ദൈവമായിട്ട് ഒരുമിച്ച് പാർക്കുമെന്ന്. ഇങ്ങനെ ബൈബിള് തീരുന്നേ. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ഫിനിഷ്. ഇതാണ് സുവിശേഷത്തിന്റെ ക്ലൈമാക്സ്. ഇതാ യേശു പറഞ്ഞേ. ഇതെന്താ നമുക്ക് പ്രസംഗിക്കാൻ പറ്റാതെ? കാരണം നമ്മൾ എന്ത് പറയുന്നത്? വി ആർ ക്യാപ്ചേർഡ് ബൈ ദ എറർ സ്പിരിറ്റ്. വഞ്ചനയുടെ ആത്മാവിന. യേശു എന്ന് പേര്, പുറത്ത് സ്വർണം എന്ന് പേര്, പക്ഷെ അകത്ത് ചെമ്പ്. പുറത്ത് യേശു എന്ന പേര്, അകത്ത് പിശാച്. അങ്ങനെയല്ല. ഈ ദൈവത്തിന്റെ വചനം പറയുന്നു, അനേക കള്ള ക്രിസ്തുക്കൾ വരും. യേശു നേരിട്ട് പറഞ്ഞു, അനേക കള്ള ക്രിസ്തുക്കൾ വരും. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിച്ച ക്രിസ്തു അത് മറ്റൊരു യേശുവാണ്, മറ്റൊരു ആത്മാവാണ്. മക്കളെ, ഫലം വൃക്ഷത്തെ തിരിച്ചറിയാൻ, ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. ദൈവത്തിന്റെ ആഗ്രഹം ദൈവപുത്രന്മാരെയാണ്. അവിടെ പറയാണ് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്തിൽ വിശ്വസിക്കാൻ? സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. യേശു എന്നാ പ്രസംഗിച്ചേ? സുവിശേഷം അല്ലെ? അപ്പൊ നമ്മൾ പ്രസംഗിച്ച സുവിശേഷം ഇതുവരെ ജനിച്ചിട്ട് പോലുമില്ലല്ലോ. നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താ? ദാവീദിന്റെ പുത്രനായി മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു. അപ്പൊ യേശു മരിക്കുന്നതിന് ഇനി 3.5 വർഷം കൂടി കഴിയണം യേശു മരിക്കണമെങ്കിൽ. അപ്പൊ സുവിശേഷം ജനിക്കുന്നതിന് മുമ്പ് യേശു അങ്ങനെ സുവിശേഷം പ്രസംഗിച്ചേ? മനസ്സിലായ? യേശു പ്രസംഗിച്ച സുവിശേഷം ദാവീദിന്റെ പുത്രനായി എഴുന്നേറ്റ യേശു ഒന്നുമല്ല. യേശു പ്രസംഗിച്ച സുവിശേഷം, എന്റെ അപ്പൻ നിന്നോടുകൂടെ വാഴാൻ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. നീ മാനസാന്തരപ്പെട്ട അപ്പന്റെ സ്റ്റാൻഡേർഡിലേക്ക്, അപ്പൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നീ വിശുദ്ധനാകുക. എങ്കിൽ അപ്പനോടുകൂടെ ജീവിക്കാം. പക്ഷെ നിനക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അതിനുള്ള ഏക മാർഗം ഞാൻ തന്നെയാണ്, അതായത് ക്രിസ്തു തന്നെയാണ്. എന്നിലൂടെ നിനക്ക് അവിടെ എത്താം. ഇതാ യേശു പറഞ്ഞേ. നമുക്കെന്താ ഇത് പ്രസംഗിക്കാൻ പറ്റാത്തത്?
നമ്മൾ പറയണ യേശു അങ്ങ് സ്തുതിച്ചോ 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 സ്തുതിച്ചോ. യേശു എപ്പോഴാ ഇത് പറഞ്ഞേ? നിങ്ങളുടെ ബൈബിള്, വീട്ടിലിരിക്കുന്ന ബൈബിള് വായിച്ചു നോക്ക്. യേശു എപ്പോഴാ ഇത് പറഞ്ഞേ? പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാ ബഹുമാനം പുത്രനെ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ദൈവകൽപ്പനയാ. പക്ഷെ യേശു ഇന്ന് നമ്മൾ പറഞ്ഞാണോ യേശു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ബൈബിൾ പരിശോധിക്കേ. ബെരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരാണ്. നമ്മളോട് പറഞ്ഞത്, യേശു പറഞ്ഞത് എന്നെ കർത്താവെ, നമ്മൾ പറയും ഞങ്ങൾ യേശുവിനെ ഉയർത്തി ഉയർത്തി. യേശു തിരിച്ചു പറയും എന്നെ കർത്താവെ കർത്താവ് പറയുന്നവനല്ല. അപ്പൊ നമ്മൾ പറയും എന്നെ ഞാൻ ഉയർത്തി കയറ്റി. എന്താ യേശുവിനെ പൊക്കി പറഞ്ഞ യേശു അത് കയറ്റിയുള്ളൂ. സ്തുതിവാക്കുകളിൽ മാറാത്തവനെ, പുകഴ്ചയിൽ വീഴാത്തവനെ, അപ്പാ എന്നപ്പാ അപ്പാ എന്നാശ്രയമേ. സ്തുതിവാക്കുകളിൽ വീഴൂല, പുകഴ്ചയിൽ വീഴൂല. അത് നമ്മുടെ മന്ത്രിമാരും MLA മാരും ഒരുപക്ഷെ വേണമെന്നിരിക്കും. ഇവിടെ അങ്ങനെയൊന്നും വീഴൂല. എന്നെ കർത്താവെ കർത്താവെ എന്ന് പറയുന്നത് യവനും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. നോ റെക്കമെൻഡേഷൻ. മനസ്സിലായോ? യേശുവെ സ്തുതിച്ചു എന്റെ മക്കളെ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ യേശു ഒന്നും നമ്മൾ ആവശ്യപ്പെട്ടില്ല. യേശു പറഞ്ഞത് ഞാൻ ചെയ്ത് കാണിച്ച ദൈവ ഇഷ്ടം, നിങ്ങൾ ചെയ്യേണ്ടത് ദൈവ ഇഷ്ടം. യേശു പറഞ്ഞു ഞാൻ വന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ്. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ആ പ്രവൃത്തി അയക്കുന്നതാണ് എന്റെ ആഹാരം. പിതാവേ അങ്ങ് എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു, ഇതാ ഞാൻ വരുന്നു, അങ്ങനെ ഇഷ്ടം ചെയ്യാൻ വരുന്നു. ഇതല്ലേ യേശുവിന്റെ ജീവിതം. അതല്ലേ നമ്മുടെ ജീവിതം ആകേണ്ടേ. അതിനു പകരം ജാതികൾ കാണിക്കുന്ന പോലെ അവരുടെ ദൈവത്തെ എണ്ണ കൊടുക്കുന്നു, പൂമാലം കൊടുക്കുന്നു. ചിലർക്ക് എണ്ണ ഇഷ്ടമല്ല, പൂമാല ഇഷ്ടമല്ല, അവർക്ക് വേണ്ടി കതിന കൊടുക്കുന്നു. അങ്ങനെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു സാക്ഷി എഴുതി വിടുന്നു. അത് മനോരമയിലും മാതൃഭൂമിയിലും ഇടുന്നു. നമുക്ക് ഇത് അതൊന്നും അല്ല, എണ്ണയുമല്ല, കതിനയല്ല, പൂമാലയല്ല, സ്തുതിയാണ് യേശുവിന് ഇഷ്ടം. ഇതൊക്കെ ആരാ പറഞ്ഞേ? എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അങ്ങനെയൊന്നും വിശുദ്ധ ബൈബിളിലില്ല കേട്ടോ. യേശുക്രിസ്തു പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾക്ക് എൻ്റെ കൂടെ വരണം. മറിയയും തന്റെ പെറ്റ അമ്മയും സഹോദരിമാരും സഹോദരന്മാരും തന്നപ്പോ യേശു പറഞ്ഞു, ആരെന്റെ അമ്മ, ആരെന്റെ സഹോദരി, ആരെന്റെ സഹോദരന്മാർ? എന്റെ പിതാവിന്റെ ഇഷ്ടം മനസ്സിലാക്കിയത് അത് ചെയ്ത് പൂർത്തീകരിക്കുന്നവരാണ് എന്റെ കുടുംബ ബന്ധു. മനസ്സിലായോ? ഇത്രയും പ്രാധാന്യം പിതാവിന്റെ ഇഷ്ടത്തിന്, ദൈവ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ സുവിശേഷ വേദികൾ, നമ്മുടെ ചർച്ചകളിൽ ഇത് കേൾക്കാറുണ്ടോ? ദൈവ ഇഷ്ടം, ദൈവ ഇഷ്ടം. പകരം നമ്മൾ കേൾക്കണം എന്താ? സ്തുതി, ആരാധന. ജാതികളെ പോലെ ആയാലോ മക്കളെ. ദൈവം എന്താ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക. ഹല്ലേലൂയ. അത് തന്നെയല്ലയോ ദൈവത്തോടുള്ള ആരാധന. ഈ ജീവിതം ദൈവത്തിനായി, ക്രിസ്തുവിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നതല്ലേ ദൈവത്തിനുള്ള ആരാധന. അല്ലാണ്ട് നമ്മളുടെ പുകഴ്ച വാക്കുകളിൽ വീഴുന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നും വീഴില്ല. സ്തുതിവാക്കുകളിൽ മാറാത്തവൻ, പുകഴ്ചയിൽ വീഴാത്തവൻ. ഹല്ലേലൂയ. ആ അപ്പന്റെ അടുക്കലാണ് നാം വരുന്നത്. ഒരു ഹൃദയശുദ്ധിയുള്ളവരായി നാം കാണുന്നവരാണ്. ഇതാ നമ്മള് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ദൈവരാജ്യം പ്രസംഗിച്ച. ഇനി മത്തായി 12:28 നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് അവിടെയും കാണാം. സ്റ്റാർട്ടിങ് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ജീവിതം ആ പ്രസംഗം മുഴുവൻ ദൈവരാജ്യമായിരുന്നു. 12:28 വായിച്ച് അവിടെ പറയാണ്, ഞാൻ ദൈവാത്മാവാൻ ഭൂതങ്ങളെ പുറത്താക്കുമെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നിരിക്കുന്നത് സ്പഷ്ടമായി. 12:28 മത്തായി 12:28. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ഹല്ലേലൂയ. ഇനി ഇതാ മത്തായി 13:33 വായിച്ച് ഏതാനും വാക്യങ്ങൾ മാത്രമുള്ള വായിച്ച് അവസാനിപ്പിക്കുകയാണ്. യേശുവിന്റെ ആ സുവിശേഷീകരണ രീതിയാണ്. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. അപ്പൊ തന്റെ എല്ലാ പ്രസംഗവും സ്വർഗരാജ്യമാണ്, ദൈവരാജ്യമാണ്. അത് 3 ലെവലിൽ വളരുന്നു എന്നാണ് പറയുന്നത്. ഇനി
12:32, ലൂക്കോസ് 12:32 യേശുക്രിസ്തു പറയാണ്, ഈ ദൈവരാജ്യം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നീയാണ് അടുത്ത ഭൂമിയുടെ രാജാവ്. നിനക്കൊരു കിങ്ഡം തരാൻ പോകും നിന്റെ അപ്പൻ. നമ്മുടെ അപ്പൻ നമുക്ക് പേന, പെൻസില്, അല്ലേ, കൂടി വന്നൊരു സൈക്കിൾ, സ്കൂട്ടർ, ചിലപ്പോൾ ഒരു കാറ് തരും. ഇവിടെ അപ്പൻ തരാൻ പോണത് രാഷ്ട്രങ്ങളുടെ കയ്യിലേക്ക് തരാൻ പോവാൻ. 12:32 വായിച്ചു. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. കണ്ടോ, രാജ്യം എന്ന് വെച്ചാൽ കിങ്ഡം, നേഷൻസ് എന്നാണ്. അപ്പോ കിങ്ഡം നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചു. അപ്പൊ നമ്മുടെ അപ്പം അദ്ദേഹം എന്ന് പറയുന്നത് സർവ്വ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനാണ്. അപ്പൊ നമ്മള് ക്രിസ്തുയേശുവിനാൽ മക്കളായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ പേനയും പെൻസിലും അല്ല കയ്യിലെടുത്ത് തന്നെ. മോനെ, ഇതാ നീ എങ്ങനെയായിരുന്നു, ഒന്നുകൊണ്ട് അഞ്ച് നേടിയോ? ഓക്കെ, നമ്മുടെ 5 പട്ടണങ്ങൾ ഇവൻ വാഴട്ടെ, നിനക്ക് 5 പട്ടണങ്ങൾ. നീ ഒന്നുകൊണ്ട് എത്ര നേടി? 10. ഓക്കെ, 10 സിറ്റികൾ അവന് കൊടുത്തത്. ബൈബിളിലുള്ള കാര്യം ഈ പറയണേ. ചെറിയ ആട്ടും കൂടെ ബൈബിളിലെ കിങ്ഡം നിങ്ങൾക്ക്, നീ അടുത്ത രാജാവാണ് യേശുവിനോട് ചേർന്ന്. ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യം സൂക്ഷിച്ചിട്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, നിങ്ങൾ അതുകൊണ്ട് ദൈവരാജ്യം അന്വേഷിക്കണം. ദൈവരാജ്യം എന്ന് വെച്ചാൽ മത്തായി 6:33. ദൈവരാജ്യം എന്ന് പറയുന്നത് ആദ്യമേ ദൈവത്തിന്റെ കുടുംബമാണ്. ദൈവം തലവനായ ദൈവത്തിന്റെ കുടുംബമാണ്. അപ്പോൾ തന്നെ ദൈവം തലവനായ ദൈവത്തിന്റെ അനേക രാഷ്ട്രങ്ങൾ ചേർന്നുള്ള ദൈവത്തിന്റെ രാഷ്ട്രമാണ്. വായിച്ച 6:33. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. കണ്ടോ? അപ്പൊ നമ്മളോട് പറയുന്നത്, ലോകം അന്വേഷിച്ചവർ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഒടുക്കും എന്ന് അന്വേഷിച്ച് വരുന്ന ജനത്തോട് യേശു പറയാ, ഇതൊക്കെ ജാതിയിൽ അന്വേഷിക്കുക, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ കിട്ടും. ഭയങ്കര പവർഫുൾ വേടാ. എന്നെ മാറ്റിയ വേണം. എന്റെ അമ്മയുടെ താലിമാല പണയം വെച്ച് ഒരു ദരിദ്ര വീട്ടിൽ നിന്ന്, പട്ടിക ധരിച്ച് ദ്രവിച്ച് മഴ പെയ്ത വെള്ളം കയറുന്ന ഒരു വീട്ടിൽ നിന്ന് എന്നെ പഠിക്കാൻ അയച്ചു. ഒരു ഹിന്ദു സഹോദരൻ സുവിശേഷം പറഞ്ഞ് ഈ വചനം എന്റെ അകത്ത് കയറി എന്റെ ജീവിതം മൊത്തം മാറ്റിക്കണം. ഒരൊറ്റ വചനം. ഹല്ലേലൂയ. അക്ഷരം പഠിച്ച സുവിശേഷമല്ല ഇത്, ജീവിതത്തിലൂടെ അനുഭവിച്ച അക്ഷരത്തിലൂടെ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇനി ശിഷ്യന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞ എന്നാ നമുക്ക് കേൾക്കാം. ലൂക്കോസ് 9:1-2. ഇത് യേശു പ്രസംഗിച്ചതിനെ കുറിച്ച് നമ്മൾ കേട്ടോ. ഇത് ശിഷ്യന്മാരോട് എന്നാ പ്രസംഗിക്കാൻ പറഞ്ഞേ? ലൂക്കോസ് 9:1-2 വായിച്ചു. അവൻ 12 അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത്. അതെ സിസ്റ്റർ ശ്രദ്ധിച്ചേ. അപ്പൊ എന്താ പ്രസംഗിക്കണ്ടേ? 12 ശിഷ്യന്മാരെന്താ പ്രസംഗിക്കുക? ദൈവരാജ്യം. അപ്പൊ ഇന്ന് ശിഷ്യന്മാരെ എന്താ പ്രസംഗിക്കാത്ത? ദൈവരാജ്യം. ബൈബിളിന്റെ സിലബസിൽ ഇല്ലാത്ത എന്താ? ദൈവരാജ്യം. ഹല്ലേലൂയ. അപ്പൊ യേശു എന്ത് പറഞ്ഞു അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ഞങ്ങൾ യേശുവിനെ ഉയർത്തിയെന്ന് ചെന്നാ മതി കേട്ടോ. ഹല്ലേലൂയ. ഇനി യേശുവിനോട് ശിഷ്യന്മാർ പറയാണ് ലൂക്കോസ് 4:43 താൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് യേശുക്രിസ്തുവിനോട് പറയാണ്, ഇവിടുന്ന് പോകരുത്, നമുക്ക് ഇവിടെ ഒരു കൂട്ടമൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് യേശുവിനോട് പറയുമ്പോൾ യേശു പറയാണ്, എന്നെ പിതാവ് അയച്ചതേ ദൈവരാജ്യം എല്ലാ പട്ടണങ്ങളിലും പോയി പ്രസംഗിക്കാനാണ്. യേശു ജീവിതം ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ ജീവിതം ഇതാണ്. വായിച്ച 4:43 മുതൽ. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. വെരി ക്ലിയർ. ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നു. മറ്റു പട്ടണങ്ങളിൽ ദൈവരാജ്യം പ്രസംഗിക്കണം. അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ അങ്ങ് കൂടി ഒരു സഭ ഉണ്ടാക്കി തീർക്കുകയല്ല. അവര് പറയണം ഇവിടെ നമുക്കൊന്നും കൂടാതെ. യേശു പറഞ്ഞു, ഞാൻ മറ്റു പട്ടണങ്ങളിലും ദൈവരാജ്യം പ്രസംഗിക്കണം, ഇതിനായിട്ട് എന്നെ അയച്ചിരിക്കണേ. അപ്പൊ യേശു പ്രസംഗിച്ച ദൈവരാജ്യം, യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ച ദൈവരാജ്യം ഇന്ന് ശിഷ്യന്മാർക്ക് വേണ്ടേ? ഇതാ ചോദ്യം. നമ്മൾ നാശത്തിലേക്ക് എടുത്തിയാടെ. ബൈബിൾ നോക്കി ബരോവിലുള്ളവരെ പോലെ ഉത്തമന്മാരാണ്. അര സുവിശേഷമൊക്കെ പോയിട്ട് മുഴു സുവിശേഷത്തിലേക്ക് വരും. ദൈവരാജ്യം പ്രസംഗിച്ച് യേശുവിനെ അറിയിക്കുക, അല്ല യേശുവിനെ മാത്രം അറിയിച്ച് അവസാനിപ്പിക്കുകയല്ല.
ഹല്ലേലൂയ. റോമലേഖനം 10:9-10 മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. അതൊക്കെ ആവശ്യമാണ്. പക്ഷേ യേശു പറഞ്ഞതുപോലെ ദൈവരാജ്യം അതാണ് ദൈവ ലക്ഷ്യം, ദൈവ ഇഷ്ടം. അത് പറഞ്ഞിട്ട് അതിലേക്കുള്ള ഏക വഴിയായ കർത്താവായ യേശുവിനെ അറിയിക്കുക, പുതിയ സൃഷ്ടിയിൽ ഈ ജനത്തെ വളരുവാൻ സഹായിക്കുക. ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ വചനം നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 7-ാം വാക്യത്തിലും പറയുന്നത്. ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം പ്രസംഗിക്കുക. വായിച്ച് 10:7. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. അപ്പൊ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഘോഷിപ്പീൻ. യേശുക്രിസ്തു അത് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ചിലത് പറഞ്ഞ യേശുക്രിസ്തു അതൊക്കെ മാറ്റിയിടോ, ഇപ്പൊ അതും നമുക്ക് വേണ്ടടോ. യേശുക്രിസ്തു അതൊക്കെ മാറ്റി. ഞാൻ കണ്ട യേശു ഇന്നലെയും ഇന്നും നാളെയും മാറാം. ഹല്ലേലൂയ. എന്തിനാ നാം നമ്മെ തന്നെ വഞ്ചിക്കണേ? ഓ ഫാദർ വി താങ്ക് യു ലോർഡ്. ഇനി ഞാനും നിങ്ങളെ അവകാശമാക്കിയ സഭയിലെ കയറിയ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട് സഭയിൽ കയറി രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോടെ ചേർത്തേ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തു. 2-ന്റെ അവസാന ഭാഗങ്ങൾ കാണാം. അതിന്റെ 47-ാം വാക്യം. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടവർ എങ്ങോട്ടേ ചേർന്നിട്ടുള്ളൂ? ദൈവരാജ്യം അവകാശമൊന്നുമില്ല, സഭയോടെ ചേർന്നിട്ടുള്ളൂ. രക്ഷിക്കപ്പെട്ടവരെ യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചില്ല, അത് വേണ്ടത് തന്നെയാണ്. പക്ഷെ അവരെ സഭയോടെ ചേർത്തുള്ളൂ. ഇനി സഭയിൽ നിന്ന് വേണം ഞാൻ നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കാൻ. മനസ്സിലായോ? അതായത് ലോകം, സഭ, രക്ഷിക്കപ്പെട്ട സഭയിലെത്തി, സഭയിൽ നിന്ന് ദൈവരാജ്യം അവകാശമാണ്. മനസ്സിലായോ? അതാണ് 1 കൊരിന്ത്യർ 6:9 രക്ഷിക്കപ്പെട്ട ജനത്തോട് പറയുകയാണ്, നിങ്ങൾ അന്യായം ചെയ്താൽ, അധർമ്മത്തിൽ ജീവിച്ചാൽ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. 9 വായിച്ച്. 1 കൊരിന്ത്യർ 6:9 സഭയോട് പറയാൻ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. വഞ്ചിക്കരുത് നിങ്ങളെ തന്നെ. ആരോ എന്തോ പറഞ്ഞു, ഒന്ന് കൈപ്പൊക്കെ കാട് വലിയതാ ദൈവരാജ്യം കിട്ടൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. അന്യായം ചെയ്താൽ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് പറയുന്ന ലോകമക്കളോടല്ല, സഭയിലുള്ളവർ, രക്ഷിക്കപ്പെട്ടവരോട്. അപ്പൊ ഇത് വ്യക്തതയോടെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഇനിയും ഇതുമായുള്ള ബന്ധത്തില് ഇതാ ഒരു വചനോട് നമുക്ക് വായിക്കാം. ധാരാളം വചനമുണ്ട്, എങ്കിലും എഫേസ്യർ 5:3 മുതൽ അവിടെ പറയാൻ, ആരും നിങ്ങളെ വഞ്ചിക്കരുത്. കാരണം വ്യർത്ഥവാക്കുകളാൽ പലരും കയറി വരും, അവിടെ എത്തും എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊന്നും എത്തത്തില്ല. അന്യായം ചെയ്താൽ അവിടെ എത്തത്തില്ല. വായിക്കേ എഫേസ്യർ 5:3 മുതൽ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ല. അറിയുന്നുണ്ടല്ലോ, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. സഭക്കാരോടാ പറയുന്നത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, ഇങ്ങനെ തിന്മ പ്രവർത്തിക്കുന്ന ഒരുത്തനും ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശനമില്ല. പിന്നെ എവിടെ പ്രവേശനമുണ്ട്? സഭ വരെ പ്രവേശിക്കുക. സഭ വരെ അതിന്റെ അപ്പുറത്തേക്കില്ല. അർത്ഥം കിട്ടിയ രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തു. സഭയിൽ നിന്ന് ഞാനും നിങ്ങളും ജീവിത വിശുദ്ധിയിലൂടെ, ഈ ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ, അതിലൂടെയാണ് ദൈവപുത്രൻ വെളിപ്പെടുന്നത്. അതിലൂടെ നാം ദൈവരാജ്യം അവകാശമാക്കണം. ഇതാണ് ദൈവരാജ്യം അവകാശമാകുമെന്ന ദേവദാസന്മാരുടെ കർത്താവ് പറഞ്ഞ്, ആത്മ പ്രവർത്തിക്കുന്നവരെ ഗരം
അവര് പറഞ്ഞത് എന്താ? ഞങ്ങൾ രോഗികളെ സുഖാക്കി ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു നിന്റെ നാമത്തിൽ. മറ്റേ കൂട്ടർ ഞങ്ങൾ അങ്ങനെ കർത്താവായി സ്വീകരിച്ചു. രണ്ടെണ്ണവും പുറത്ത്. യേശു പറയാണ് എന്നെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നതല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് സ്വരാജ്യം പ്രവചിക്കുള്ളൂ. പിന്നെ ദേവദാസന്മാരോട് മിണ്ടാൻ പോലും നിന്നില്ല, കയറ്റം പിടിച്ചു. ആദർമ്മം പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഇത് മനസ്സിലാക്കുക. അപ്പൊ യേശു ക്രിസ്തു എന്താണ് പ്രസംഗിച്ചത്? ദൈവരാജ്യം. ശിഷ്യന്മാര് ഇവിടെ എന്താ പ്രസംഗിക്കാൻ പറഞ്ഞ്? ദൈവരാജ്യം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ തന്നെയല്ലേ ചെയ്യണ്ടേ? അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുന്ന എന്നും പറഞ്ഞുകൊണ്ടാ? ദൈവരാജ്യം. അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുന്ന എന്നും പറഞ്ഞുകൊണ്ടാ? ദൈവരാജ്യം. ഹല്ലേലൂയ. അത് നമുക്ക് നോക്കാം. ഇതാ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലേക്ക് വന്നേ. ഓ ഫാദർ വി താങ്ക് യു. അതിന്റെ 2-ാം വാക്യം മുതൽ വായിച്ചു. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. 3.5 വർഷം ദൈവരാജ്യം പ്രസംഗിച്ചു അറൗണ്ട്. അതിനുശേഷം താൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഏകദേശം 40 ദിവസം ഭൂമിയിലുണ്ടായിരുന്നു. വേറെ ഒരു സബ്ജക്റ്റും ഇല്ല. ദൈവരാജ്യം ഒരു സബ്ജക്റ്റും ഇല്ല. അതിന്റെ അർത്ഥം യേശുവിന് ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ, ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ആകപ്പാടെ ഒറ്റ സബ്ജക്റ്റ് ഉണ്ടാവും. 3.5 വർഷം BTH ദൈവരാജ്യം. അത് കഴിഞ്ഞാൽ 40 ദിവസത്തെ MTH ദൈവരാജ്യം. വേറെ സിലബസ് ഒന്നുമില്ല. ബാക്കിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? നമ്മുടെ ബൈബിളിന്റെ സിലബസിൽ ഇല്ലാത്തത് ദൈവരാജ്യം. യേശുവിന്റെ ബൈബിളിൽ മൊത്തം ദൈവരാജ്യം. 40 ദിവസം ഉണ്ടായുള്ളൂ. 40 ദിവസം ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു താൻ ജീവിച്ചിരിക്കും തെളിയിച്ചു. ഇനി അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ നോക്കിയോ? ദേവദാസന്മാർ ദൈവരാജ്യം പ്രസംഗിച്ച യേശുവിനെ അറിയിച്ചു. ഇനി അപ്പോസ്തല പ്രവൃത്തി തുടങ്ങിയതല്ലേ ഇങ്ങനെ? അതിന്റെ അവസാനം എങ്ങനെയാന്ന് നോക്കാം. അവസാനം അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം നാം ഓൾറെഡി വായിച്ചതാ. അപ്പോസ്തല പ്രവൃത്തി എങ്ങനെ അവസാനിക്കണേ? അതിന്റെ 29-30 വായിച്ച് തീരുക. ഓ ഫാദർ താങ്ക് യു. അവിടെ ഒന്ന് ഡിസ്കണക്ട് ആയിട്ട് എക്കോ വരുന്നു തോന്നുന്നു. ഓക്കെ, ഞാൻ വായിക്കാം. ഓക്കെ. അവൻ കൂലിക്ക് വാങ്ങിയ മുഴുവൻ പാർത്ത് കൈക്കൊണ്ട് പൂർണ്ണ കൂടാതെ ദൈവരാജ്യം അപ്പോ അപ്പോസ്തല പ്രവൃത്തി ആരംഭിച്ചു, അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുന്ന, അപ്പോസ്തല പ്രവൃത്തിയിലെ ഇടയിൽ 5-ൽ നിങ്ങളുടെ ദൈവരാജ്യം മുഖം നിങ്ങൾ ഇനി ആരും ഇടയിൽ ദൈവരാജ്യം, ആരംഭത്തിൽ ദൈവരാജ്യം, അവസാനത്തിൽ ദൈവരാജ്യം, അവസാനം നാം അവകാശം. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ മുഴുവൻ സുവിശേഷത്തിലേക്ക് വരിക. എങ്ങനെയാണ് മുഴുവൻ സുവിശേഷം? ദൈവരാജ്യം പ്രസംഗിച്ചു. ഇതാണ് ബൈബിൾ മെത്തേഡ്. പല വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 28-ന്റെ 29 ഫിലിപ്പോസിന്റെ സ്വീകരണം, അപ്പോസ്തല പ്രവൃത്തി 8 വായിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് ദൈവരാജ്യം പ്രസംഗിച്ചു, യേശു ക്രിസ്തുവിനെ അറിയിച്ചു. നമ്മൾ ചിന്തിക്കുന്നു, ദൈവം നമ്മൾ സംസാരിക്കുന്നു. അപ്പോ അരവൈദ്യൻ അല്ലെങ്കിൽ അങ്ങനെ കൊല്ലുന്നതിന്റെ ലിസ്റ്റാണ് 2:21. വിശ്വാസികളും ചുരുക്കി പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ ഹല്ലേലൂയ. അതുകൊണ്ട് അരസുവിശേഷം കൊണ്ടുപോകാൻ അപ്പോസ്തലന്മാർ പോയതുപോലെ സുവിശേഷമായിട്ട് നമുക്ക് ഒരു മനുഷ്യനെ ദൈവരാജ്യ അവകാശമാക്കുന്ന
അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ സിസ്റ്റത്തിലെ എക്കോ അവസാനിപ്പിക്കുക. ഓ ഫാദർ വി താങ്ക് യു. കണ്ണിലടയ്ക്കാം കേട്ട വചനത്തിന്റെ മുറി സുവിശേഷത്തിൽ നിന്ന് അര സുവിശേഷത്തിൽ നിന്ന് മുഴു സുവിശേഷത്തിലേക്ക് ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ സമയത്തിനായി ഞങ്ങൾ മനുഷ്യരെ അങ്ങ് പരീശന്മാരോട് പറഞ്ഞു, നിങ്ങൾ കരയും കടലും കടന്നു മതത്തിൽ ചേർക്കും. ചേർന്ന ശേഷം നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാകും. ഞങ്ങൾ അങ്ങനെയായി തീരാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കും. ഈ ശുശ്രൂഷയുമായി ഇപ്പോഴും തുടർന്നും ശ്രമിക്കുന്ന ഏവരെയും അവരെല്ലാം അങ്ങനെ ഉപദേശിച്ചു അങ്ങയുടെ വഴികൾ നടക്കുന്നു. അങ്ങിൽ എത്തിച്ചേരുന്നവരുമായി ക്രിസ്തുവെ അനുഗമിക്കുന്നവരായി അങ്ങ് സഹായിക്കണമെന്ന് സർവ മഹത്വം ഞങ്ങൾ അങ്ങ് തരികയാണ്. ഗോസ്പൽ ടിവിക്കായി അതിന്റെ പ്രവർത്തനങ്ങൾ സാജുവിനായി കുടുംബത്തിനായി നന്ദി പറയുന്നു. കർത്താവെ കരുതിയാട്ടെ. സർവ മഹത്വം ഞങ്ങൾ അംഗീകരിക്കുന്നു. പല ആവശ്യങ്ങളോടെ അവരെ എല്ലാം സഹായിക്കാൻ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സന്തോഷവും സമാധാനവും സർവമഹത്വവും താങ്ക് യു. ഞങ്ങളോട് എല്ലാവരോടും അവരെ സഹായിക്കട്ടെ. സഹോദരി തന്റെ പ്രകാരം ഏറ്റവും എല്ലാ നന്മകളാലും എന്ന് ആഗ്രഹിക്കുകയാണ്. സഹായിക്കട്ടെ. പറയാനുണ്ടെങ്കിൽ പറയാം. മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. Lord, I love you.